وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. اللهم أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم إنا نسألك فعل الخيرات وترك المنكرات وحب المساكين وأن تغفر لنا وترحمنا وتتوب علينا، وإذا أردت بقوم فتنة فاخبضنا إليك غير مفتونين، ونسألك حبك وحب من يحبك وحب عمل يقربنا إلى حبك. أما بعد. സഹോദരങ്ങളെ, ഇമാം അബൂബക്കർ ഇബ്നു അബി ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഹായിയയിൽ നിന്ന് ഇനി നമുക്ക് വിശദീകരിക്കാനുള്ള വരികൾ: وقل يتجلى الله للخلق جهرة كما البدر لا يخفى وربك أوضح وليس بمولود وليس بوالد وليس له شبه تعالى المسبح. وقد ينكر الجهمي هذا وعندنا بمصداق ما قلنا حديث مصرح. رواه جرير عن مقال محمد صلى الله عليه وسلم فقل مثل ما قد قال في ذاك تنجح. وقل نبريغا يتجلى الله سبحانه وتعالى അവൻ പ്രത്യക്ഷപ്പെടുന്നതാണ്. ജഹറത്തൻ, വെളിവായ രൂപത്തിൽ, വ്യക്തമായി. വഖുൽ എന്നതുകൊണ്ട് ഉദ്ദേശം ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും നീ പറയുക എന്നാണ്. ഖാല എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശം അതാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അതല്ലാതെ, ഉള്ളിലില്ലാതെ നാവ് കൊണ്ട് പറയുന്നത് പ്രത്യേകം റബ്ബ് സൂചിപ്പിച്ചിട്ടുണ്ട്. യഖൂലൂന ബിഅൽസിനതിഹിം മാ ലൈസ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ ഇല്ലാത്തത് അവർ നാവ് കൊണ്ട് പറയുന്നു. അതല്ലാതെ ഖുൽ എന്ന് പറഞ്ഞാൽ നീ നിന്റെ ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും പറയുക എന്നാണ്. ഖൽബിന്റെ ഖൗൽ എന്താണ്? ഖൽബിന്റെ ഖൗൽ എന്നാൽ തസ്ദീഖ്, വിശ്വാസമാണ്, മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പറയുക എന്നാണ്. യതജല്ലല്ലാഹ്, അല്ലാഹു പ്രത്യക്ഷപ്പെടുന്നു, അവൻ പ്രത്യക്ഷപ്പെടും. ലിൽ ഖൽഖി, അവന്റെ പടപ്പുകൾക്ക്. ജഹറത്തൻ, വ്യക്തമായി. കമൽ ബദ്രു, ബദറിനെ പോലെ, അഥവാ ബദർ പ്രത്യക്ഷപ്പെടുന്നത് പോലെ. ഇവിടെ റബ്ബിനെ ബദറിനോട് ഉപമിക്കുകയല്ല, മറിച്ച് ബദർ എത്ര വ്യക്തമായി കാണുമോ അതുപോലെ റബ്ബിനെ കാണാൻ സാധിക്കും. കമൽ ബദ്രു, ബദർ എന്നാൽ 14 രാവിലെ ചന്ദ്രനാണ്, പൂർണ്ണചന്ദ്രൻ. കമൽ ബദ്രു ലാ യഖ്ഫ, അതെങ്ങനെ ആർക്കും ഒരു മറഞ്ഞിരിക്കുന്നില്ലയോ. ലാ യഖ്ഫ എന്നാൽ അത് മറഞ്ഞിരിക്കുന്നില്ല, മറിച്ച് വ്യക്തമായി കാണാം. വറബ്ബുക ഔദഹു, നിന്റെ റബ്ബ് ഔദഹു, അവൻ ഏറ്റവും വ്യക്തമായി കാണാൻ സാധിക്കുന്നവനാണ്. വലൈസ ബി മൗലൂദിൻ വലൈസ ബി വാലിദിൻ, അല്ലാഹു മൗലൂദല്ല, അഥവാ ആരുടെയെങ്കിലും സന്താനമായി ജനിച്ചവനല്ല. വലൈസ ബി വാലിദിൻ, അവൻ ആർക്കെങ്കിലും ജന്മം നൽകിയ പിതാവുമല്ല. വലൈസ ലഹു ശിബ്ഹുൻ, അവനെ പോലെ ആരുമില്ല. തആല അൽ മുസബ്ബഹു, എല്ലാ തസ്ബീഹുകൾക്കും അർഹനായ അവന്റെ പരിശുദ്ധിയെ ആളുകൾ പ്രകീർത്തിക്കുന്നു. അങ്ങനെയുള്ളവനാണ് അവൻ. തആല, അവൻ ഏറ്റവും ഉന്നതനാണ്. വഖദ് യുൻകിറുൽ ജഹ്മിയു, ജഹ്മിയായ ഒരാൾ ഇതും നിഷേധിക്കും. വഖദ് യുൻകിറുൽ ജഹ്മിയു ഹാദാ, ജഹ്മി എന്നാൽ ജഹ്മ് ഇബ്നു സഫ്വാൻ എന്നു പേരുള്ള ഒരു ദലാലത്തിന്റെ കൊടിയ നേതാവ് ഉണ്ടായിരുന്നു. അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ അവൻ ഇസ്ലാം നിന്ന് പുറത്താണെന്ന് വിധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ജഹ്മ് ഇബ്നു സഫ്വാന്റെ അനുയായിക്കാണ് ജഹ്മി എന്ന് പറയുക. അവൻ ഇതിനെ നിഷേധിക്കും. വഇൻദന, എന്നാൽ നമ്മുടെ പക്കലുണ്ട്. ബിമിസ്ദാഖി മാ ഖുൽന, നാം ഈ പറഞ്ഞതിനെ സത്യപ്പെടുത്തുന്ന തെളിവായി ഹദീസുൻ മുസർറിഹു ഔ മുസറഹു, വ്യക്തമായ ഹദീസുണ്ട്. റവാഹു ജരീറുൻ, ജരീർ ഇബ്നു അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ്. അൻ മഖാലി മുഹമ്മദിൻ, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉള്ള ഹദീസ്, അഥവാ അള്ളാഹുവിനെ കാണുന്നത് വിവരിക്കുന്ന ഹദീസാണത്. നമുക്കത് വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്.
فقل مثل ما قد قال في ذاك تنجح فقل നീ പറയുക مثل ما قد قال റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേക്കുറിച്ച് എന്തു പറഞ്ഞുവോ അതുപോലെ തൻജഹു എന്നാൽ നിനക്ക് വിജയിക്കാം. നോക്കൂ, ഈ 4 വരികളിൽ അഹ്ലുസുന്നത്തിന്റെ അഖീദയിൽ മുസ്ലിമീങ്ങളുടെ വിശ്വാസത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇമാം അബൂബക്കർ ബിൻ അബി ദാവൂദ് റഹിമഹുല്ലാ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്താണ്? റുഅയത്തുല്ലാഹ്, അല്ലാഹുവിനെ കാണുക എന്ന കാര്യമാണ്. റബ്ബിനെ കാണുക, അല്ലാഹുവിനെ സ്വർഗത്തിൽ മുഅ്മിനീങ്ങൾ കാണുന്നതാണ്. അല്ലാഹുവിനെ കാണുക എന്നത് പടപ്പുകളുടെ പ്രവൃത്തിയാണ്. എന്നാൽ അതിൽ അല്ലാഹുവിന്റെ സിഫത്ത്, അവന്റെ വിശേഷണം എന്താണുള്ളത്? തജല്ലി എന്ന റബ്ബിന്റെ വിശേഷണമാണുള്ളത്. അല്ലാഹു അവനെ കാണിച്ചു കൊടുക്കും, അവൻ പ്രത്യക്ഷപ്പെടും. അപ്പോഴാണ് മുഅ്മിനീങ്ങൾ അവനെ കാണുക. പ്രിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും എല്ലാ മുസ്ലിമീങ്ങളും യഥാർത്ഥത്തിൽ ആഗ്രഹിക്കേണ്ടത്, നമ്മുടെ ജീവിത ലക്ഷ്യമാക്കേണ്ടത് നമ്മുടെ റബ്ബിനെ കാണുക എന്ന കാര്യമാണ്. കാരണം അല്ലാഹുവിനെ കാണുക അതാണെല്ലാം. അതിനോളം വലിയ സുഖം സ്വർഗത്തിൽ പോലും വേറെയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചിന്തിച്ചു നോക്കൂ. സ്വർഗം എന്നാൽ അതാണ് എല്ലാ സുഖങ്ങളുടെയും എല്ലാ സന്തോഷത്തിന്റെയും പൂർത്തീകരണം സ്വർഗത്തിനാണ്. ഈ ദുനിയാവിലല്ല. അവിടെ എല്ലാം പരിപൂർണമാണ്. ഏത് സുഖവും അവിടെ പരിപൂർണമാണ്. ദുനിയാവിലെ ഏത് സുഖത്തിലും ഒരു കല്ലുകടി ഉണ്ടാകും. എന്നാൽ പരലോകത്തെ സ്വർഗത്തിലെ സുഖം എന്നാൽ അത് സമ്പൂർണമാണ്. അവിടുത്തെ ജീവിതം സമ്പൂർണമാണ്. അവിടെ ഒരാൾക്ക് മരണം ബാധിക്കുകയില്ല, ഉറക്കം പോലും ബാധിക്കുകയില്ല, ക്ഷീണമുണ്ടാവുകയില്ല, ഒരാൾക്ക് അവിടെ നിന്ന് മാറിപ്പോകാൻ തോന്നുകയില്ല. അവൻ എന്നും അവിടെ യുവാവായിരിക്കും. അവന്റെ യൗവനം നശിക്കുകയില്ല, അവന്റെ വസ്ത്രങ്ങൾ തുരുമ്പിപ്പോവുകയില്ല. അല്ലാഹു അവൻ ഒരുക്കി വച്ച താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തിൽ അവിടെയുള്ള മണിമേടകളിൽ അവിടെയുള്ള ഏറ്റവും ഭംഗിയുള്ള ഉള്ളും പുറവും മനോഹരമായ ഇണകളുടെ കൂടെ അല്ലാഹു നൽകിയ റിസ്ക് ആസ്വദിച്ചുകൊണ്ട് കഴിയും. ഈ ലോകം അടക്കി ഭരിച്ച ഒരു രാജാവ് പോലും, ഈ ലോകമൊന്നാകെ അടക്കി ഭരിച്ച ഒരു രാജാവ് പോലും സ്വർഗത്തിൽ ഒരാളുടെ അടുത്തുപോലും എത്തുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൗദിഉ സൗത്തിൻ ഫിൽ ജന്ന ഖൈറുൻ മിനദ് ദുനിയ വമാ ഫീഹാ. മൗദിഉ സൗത്തിൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു ചമ്മട്ടി വെക്കാനുള്ള സ്ഥലം, ഖൈറുൻ മിനദ് ദുനിയ വമാ ഫീഹാ, ഈ ലോകവും അതിലുള്ള സകലതിനേക്കാളും ഉത്തമമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗ സ്ത്രീകളിൽ ആരെങ്കിലും ഈ ഭൂമിയിലേക്കൊന്ന് എത്തിനോക്കിയിരുന്നുവെങ്കിൽ ഈ ഭൂമി മുഴുവൻ, സ്വർഗവും ഭൂമിക്കുമിടയിൽ മുഴുവൻ അവളുടെ സുഗന്ധം പരക്കുമായിരുന്നു, വെളിച്ചം നിറയുമായിരുന്നു. അവിടെയുള്ളൊരു സുഗന്ധമെങ്ങാനും ഈ ഭൂമിയിലേക്ക് എത്തിയിരുന്നുവെങ്കിൽ ഭൂമി മുഴുവൻ സുഗന്ധപൂരിതമാകുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിസ്കരിക്കുമ്പോൾ മുന്നിലുള്ള ചുമരിൽ സ്വർഗം കാണിക്കപ്പെട്ടു, അവിടെയുള്ള പഴം കാണിക്കപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറിക്കാൻ മുന്നോട്ടൊന്നാഞ്ഞു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ചുമരിൽ എനിക്ക് സ്വർഗം കാണിക്കപ്പെട്ടു, അതിലെ ഒരു പഴം പറിച്ചെടുക്കാൻ ഞാൻ മുന്നോട്ട് നീങ്ങിയതാ. ഞാനെങ്ങാനും അത് പറിച്ചിരുന്നുവെങ്കിൽ ലഅക്കൽതു മാ ബഖിയത്തി ദുനിയ, ഈ ദുനിയാവ് തീരുവോളം അവസാനം വരേക്കും നിങ്ങൾക്ക് അതിൽ നിന്ന് കഴിക്കാൻ സാധിക്കുമായിരുന്നു. അല്ലാഹു അക്ബർ. പ്രിയ സഹോദരങ്ങളെ, ഇതാണ് സ്വർഗം. പക്ഷേ ഇതിനും അപ്പുറത്താണ് റബ്ബിനെ കാണുക എന്ന്. മുഅ്മിനീങ്ങൾ അവിടെ റബ്ബിനെ കണ്ടാൽ അതാണ് അവർക്ക് ഏറ്റവും വലുത്. അല്ലാഹുവിനെ കാണുക എന്നതിനോളം വലുത് മറ്റൊന്നുമില്ല. സഹോദര, നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നീ ജീവിതകാലം മുഴുവൻ ഏതൊരു റബ്ബിന് സുജൂദ് ചെയ്തോ, ഏതൊരു റബ്ബിലേക്ക് നിന്റെ കരങ്ങൾ ഉയർത്തിയോ, ഏതൊരു റബ്ബിനെ നീ സ്മരിച്ചുവോ, അവനു വേണ്ടി നീ സംസാരിച്ചുവോ, അവന്റെ പ്രീതി പ്രതീക്ഷിച്ചുവോ, ആരെ നീ ഭയപ്പെട്ടു? ആ റബ്ബിനെ കാണുന്ന ഒരു നാൾ, അവനെ നേരിട്ട് കാണുന്ന ഒരു രംഗം, സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കൂ. എന്തായിരിക്കും അത്? റബ്ബ്, അവന്റെ ഭംഗി എന്നാൽ, അവന്റെ ജമാൽ എന്നാൽ പരിപൂർണമായ ഭംഗിയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ.
അള്ളാഹു ഭംഗിയുള്ളവനാണ്. അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. ഈ ലോകത്ത് നീ നോക്കിക്കാണുന്ന മനോഹരമായ കാര്യങ്ങൾ, ഇവിടെയുള്ള പൂക്കളും സ്ഥലങ്ങളും ഭംഗിയുള്ള ആളുകളും നിന്റെ കണ്ണഞ്ചി പോകുന്ന മനോഹാരിതയും എല്ലാം ചിന്തിച്ചു നോക്കൂ. അതിനെല്ലാം അതിന്റെ ഭംഗി നൽകിയവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്തായിരിക്കും അവന്റെ ഭംഗി? ഇമാം അൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, യൂസുഫ് അലൈഹിസ്സലാമിനെ ആ സ്ത്രീകൾ കണ്ടപ്പോൾ അള്ളാഹു അതേക്കുറിച്ച് ഖുർആനിൽ പറഞ്ഞു, ഫലമ്മ റഅയ്നഹു അക്ബർനഹു വഖത്തഅന ഐദിയഹുൻ. യൂസുഫ് അലൈഹിസ്സലാമിന്റെ ഭംഗി കണ്ട് അവർ അന്താളിച്ച് സ്ഥലകാലബോധമില്ലാതെ പഴം മുറിക്കേണ്ടുന്ന കത്തി കൊണ്ട് കൈ മുറിച്ചുപോയി. വഖുൽന ഹാശ ലില്ലാഹ് മാ ഹാദാ ബശറ ഇൻ ഹാദാ ഇല്ലാ മലക്കുൻ കരീം. അവർ പറഞ്ഞു, ഇതൊരു മനുഷ്യനല്ല, ഇതൊരു മലക്കാണ്. യാ സുബ്ഹാൻ, അള്ളാഹു പടച്ച ഒരു ഖൽഖിന്റെ, ഒരു മഖ്ലൂഖിന്റെ ഭംഗി ഇതാണ് എങ്കിൽ റബ്ബ് പടച്ചൊരു അവന്റെ മഖ്ലൂഖാണ്, അവന്റെ നബിയാണ് യൂസുഫ് അലൈഹിസ്സലാം. ആ ഭംഗി കണ്ടപ്പോൾ ആളുകൾ സ്ഥലകാല ബോധം മറന്ന് കൈ മുറിച്ചുപോയി എങ്കിൽ യാ സുബ്ഹാനല്ലാഹ്, ആ അറ്റമില്ലാത്ത നാളിൽ സ്വർഗത്തിൽ റബ്ബിനെ കണ്ടാൽ എന്തായിരിക്കും ആളുകളുടെ സ്ഥിതി? അതാണ് ഏറ്റവും സുഖകരമായ കാര്യം. അതിനോളം ഒരാൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന മറ്റൊന്നുമില്ല. ഇമാം അൽ ഖയ്യിം അദ്ദേഹത്തിന്റെ നൂനിയയിൽ പറയുകയുണ്ടായി, വല്ലാഹി മാ ഫീ ഹാദിഹി ദുനിയ അലദ്ദു മിൻ ഇശ്തിയാഖ് അൽഅബ്ദി ലിർറഹ്മാനി വകദാലിക റുഅയതു വജ്ഹിഹി സുബ്ഹാനഹു ഹിയ അക്മലു ലദ്ദാതി ലിൽഇൻസാനി. ഈ ലോകത്ത് അല്ലാഹുവാണ് റബ്ബിനെ കാണാനുള്ള ആഗ്രഹം പോലെ ഈ ലോകത്ത് സുഖകരമായ മറ്റൊന്നുമില്ല. അതുപോലെ പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുകൊണ്ടിരിക്കുക എന്നതിനോളം ആസ്വാദ്യകരമായ മറ്റൊരു കാര്യവും ഇല്ല. സുഹൈബ് ബിൻ സിനാൻ റൂമി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഇമാം മുസ്ലിമിന്റെ സഹീഹിലെ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്ന, സ്വർഗ്ഗക്കാർ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചാൽ ഖാല യഖൂലു അല്ലാഹു തബാറക വ തആല, റബ്ബ് സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കും, തുരീദൂന ശൈഅൻ അസീദുക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനും അപ്പുറം ഞാൻ നൽകേണ്ടതുണ്ടോ? ഫയഖൂലൂൻ, അപ്പോൾ സ്വർഗവാസികൾ അള്ളാഹുവിനോട് പറയും, അലം തുബയ്യിദ് വുജൂഹന അലം തുദ്ഖിൽനൽ ജന്ന വതുനജ്ജിന മിനന്നാർ. അള്ളാഹുവേ, നീ ഞങ്ങളുടെ മുഖങ്ങൾ പ്രസന്നമാക്കി വെളുപ്പിച്ചു തന്നില്ലേ? നീ ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചില്ലേ? നീ നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചില്ലേ? ഇനി എന്തു വേണം എന്നാണ് അവരുടെ ആ മറുപടിയുടെ അർത്ഥം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫയക്ഷിഫുൽ ഹിജാബ്, അള്ളാഹു അപ്പോൾ അവന്റെ ഹിജാബ് നീക്കുന്നതാണ്. അവന്റെ മുന്നിൽ ഒരു മറയുണ്ട്, അവന്റെ ഹിജാബ് നൂറാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവന്റെ മുഖത്തിന് മുന്നിൽ പ്രകാശം എന്താണ്? നൂറാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ലൗ കശഫഹു ലഅഹറഖത് സുബ്ഹാതു വജ്ഹിഹി മൻതഹ ഇലൈഹി ബസറുഹു മിൻ ഖൽഖിഹി. മറ്റൊരു ഹദീസിൽ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ കാണാം, അല്ലാഹു എങ്ങാനും ആ മറ നീക്കിയിരുന്നുവെങ്കിൽ ലഅഹറഖത് സുബ്ഹാതു വജ്ഹിഹി മൻതഹ ഇലൈഹി ബസറുഹു മിൻ ഖൽഖിഹി, അവന്റെ മുഖത്തിന്റെ ആ വെളിച്ചവും ശോഭയും ഭംഗിയും കൊണ്ട് അവന്റെ ദൃഷ്ടിയെത്തുന്നിടം മുഴുവൻ കരിഞ്ഞു പോകുമായിരുന്നു. എന്നാൽ സ്വർഗവാസികൾക്ക് അത് സംഭവിക്കുകയില്ല. അവരതിന് കരുത്തു നേടി ഖുലൂദ്, ശാശ്വത ജീവിതം നേടിയിട്ടാണ് അവിടെ പ്രവേശിക്കുക. പറഞ്ഞു വന്ന് നോക്കൂ, സ്വഹൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, ഫയക്ഷിഫുൽ ഹിജാബ്, അല്ലാഹു അവന്റെ മറ നീക്കും. ഫമാ ഉഅതു ശൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നദരി ഇലാ റബ്ബിഹിം അസ്സ വജൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹുവിനെ, അവരുടെ റബ്ബിനെ നോക്കി കാണുക എന്നതുപോലെ അവർക്ക് ഇഷ്ടമുള്ള മറ്റൊരു കാര്യവും പിന്നെ ഉണ്ടാവുകയില്ല. പ്രിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഇത് ആഗ്രഹിക്കേണ്ടവരും ആ നാൾ അതിലെത്തിച്ചേരാൻ കുതിക്കേണ്ടവരുമാണ്. എത്ര നമ്മുടെ മനസ്സിൽ ഈ ആഗ്രഹമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ചോദിച്ചതാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ദുആയിൽ ഒന്നിൽ നമുക്ക് കാണാം, وأسألك لذة النظر إلى وجهك والشوق إلى لقائك في غير ضراء مضرة ولا فتنة مضلة.
അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു ലദ്ദത്തൻ നദരി ഇലാ വജ്ഹിക്, നിന്റെ മുഖം നോക്കി കാണാനുള്ള തൗഫീഖ് റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വശൗഖ ഇലാ ലിഖാഇക്, നിന്നെ കാണാനുള്ള ആഗ്രഹം അത് റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഫി ഗൈരി ദർറ മുദറത്തിൻ, ദുനിയാവിൽ എന്തെങ്കിലും പ്രയാസം കാരണത്താലല്ല. വല ഫിത്നത്തിൻ മുദില്ലത്തിൻ, ദുനിയാവിൽ വഴിപിഴപ്പിക്കുന്ന എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉപദ്രവങ്ങൾ അതുകൊണ്ട് ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്നാഗ്രഹമല്ല. മറിച്ച് റബ്ബേ നിന്നെ നോക്കി കാണാനുള്ള ആഗ്രഹം, നിന്നെ കാണാനുള്ള ഷൗഖ് അത് ഞാൻ നിന്നോട് ചോദിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ, അതിന് ജീവിക്കുന്ന ഒരാൾ എങ്ങനെയാണ് റബ്ബിനെ ധിക്കരിക്കുക? കാരണം അവൻ ആഗ്രഹിക്കുന്നത്, അവന്റെ ജീവിത ലക്ഷ്യം അല്ലാഹുവിനെ കാണുക എന്നാണ്. അവനെങ്ങനെയാണ് അള്ളാഹുവിനെ ധിക്കരിക്കുക? അതോടൊപ്പം അള്ളാഹുവിനെ നോക്കാനുള്ള ആസ്വാദനം, നോക്കാനുള്ള തൗഫീഖും കാണാനുള്ള ഭാഗ്യവും. നോക്കൂ, പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഹദീസിൽ ദുനിയാവിലെയും പരലോകത്തിലെയും ഏറ്റവും വലിയ സുഖങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. ദുനിയാവിലെ ഏറ്റവും വലിയ സുഖം അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹമാണ്. അത് തിരിച്ചറിഞ്ഞവർക്കേ അതിന്റെ മധുരം അറിയാൻ സാധിക്കുകയുള്ളൂ. നമ്മിൽ പലരും, ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും അതിലെത്രയോ അകലെയാണുള്ളത്. നമ്മുടെ മുൻഗാമികൾ ഇതിനുവേണ്ടിയായിരുന്നു യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നത്. അവരതിന് അതിയായി കൊതിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു. എത്രത്തോളം അള്ളാഹു അവരോട് ക്ഷമിച്ചു നിൽക്കാൻ പറയുക പോലും ചെയ്തു. واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه, തന്റെ റബ്ബിന്റെ വജ്ഹ് കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരുടെ കൂടെ നബിയെ താങ്കളുടെ മനസ്സിനെ താങ്കൾ പിടിച്ചു നിർത്തുക, സബർ കൈക്കൊള്ളുക. അതുപോലെ അള്ളാഹു പറഞ്ഞു, മൻ കാന യർജു ലിഖാ അല്ലാഹ് ഫഇന്ന അജല അല്ലാഹി ലആത്. മൻ കാന യർജു ലിഖാ അല്ലാഹ്, സൂറത്തുൽ അൻകബൂത്തിന്റെ തുടക്കത്തിൽ നമുക്ക് കാണാം, മൻ കാന യർജു ലിഖാ അല്ലാഹ്, ആരാണോ അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിക്കുന്നത്, ഫഇന്ന അജല അല്ലാഹി ലആത്, അള്ളാഹു നിശ്ചയിച്ച അവധി അത് വരും. ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അങ്ങേയറ്റത്തെ കൊതി ആഗ്രഹം വെച്ചു പുലർത്തുന്ന മുഅ്മിനീങ്ങളെ അള്ളാഹു ആശ്വസിപ്പിക്കുകയാണ് ആയത്തിലൂടെ. വരും, അള്ളാഹു അവധി നിശ്ചയിച്ചിട്ടുണ്ട്, ആ സമയം വരും. നോക്കൂ, മുഅ്മിനീങ്ങൾ അത്രയും അത് ആഗ്രഹിക്കുമെന്നാണ്. നോക്കൂ, മരണത്തിന്റെ സന്ദർഭത്തിൽ എന്താണ് അവർക്ക് സംഭവിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബ അല്ലാഹു ലിഖാഅഹ് വമൻ കരിഹ ലിഖാ അല്ലാഹ് കരിഹ അല്ലാഹു ലിഖാഅഹ്. ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ കൊതിച്ചാൽ, അതിഷ്ടപ്പെട്ടാൽ അള്ളാഹു അവനെ കണ്ടുമുട്ടുന്നത് ഇഷ്ടപ്പെടും. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് ആരെങ്കിലും വെറുത്താൽ അള്ളാഹു അവനെ കണ്ടുമുട്ടുന്നതും വെറുക്കും. സഹാബത്ത് ചോദിച്ചു, നബിയെ ഞങ്ങളെല്ലാം മരണത്തെ വെറുക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതേക്കുറിച്ചല്ല. മരണത്തോടുള്ള വെറുപ്പ് മനുഷ്യന്റെ പ്രകൃതത്തിലുള്ളതാണ്, അതേക്കുറിച്ചല്ല. മറിച്ച് മുഅ്മിൻ അവന്റെ മരണവേള എത്തിയാൽ ഇനി ലഭിക്കാനിരിക്കുന്ന, മരണത്തിന് ശേഷം അവനെ കാത്തിരിക്കുന്ന റൈഹാനെക്കുറിച്ച്, അവിടെയുള്ള സുഖങ്ങളെക്കുറിച്ച്, സുഗന്ധങ്ങളെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, അവനോട് തൃപ്തിയുള്ള റബ്ബിനെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ റബ്ബിനെ കാണാനും ഇഷ്ടപ്പെടും, അള്ളാഹു അവനെ കാണുന്നതും ഇഷ്ടപ്പെടും. എന്നാൽ ഒരു മോശക്കാരനെ ഒരാൾ അവന്റെ മരണവേളയിൽ അവന് ലഭിക്കാനിരിക്കുന്ന സമൂമിനെയും ഹമീമിനെയും കുറിച്ച്, ചുട്ടുപൊള്ളുന്ന തീയെയും അവിടെയുള്ള പുകയെയും അവനോട് കോപിച്ചിട്ടുള്ള റബ്ബിനെയും കുറിച്ച് അവന് വാർത്ത അറിയിക്കപ്പെട്ടാൽ അള്ളാഹുവിനെ കാണുക എന്നതിന് അവൻ വെറുക്കും. അവനെ കാണുന്നത് അള്ളാഹുവും വെറുക്കും. നസ്അലുല്ലാഹി അൽ-ആഫിയ വസ്സലാം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നോക്കൂ, റബ്ബ് മുഅ്മിനീങ്ങളെ സമാധാനിപ്പിച്ചിട്ടുണ്ട്. ഈ ആഗ്രഹം പ്രിയമുള്ളവരെ നമുക്കുണ്ടാകണം. അതല്ലേ മൂസ അലൈഹിസ്സലാം ചോദിച്ചത്? ഈ ആഗ്രഹം അതങ്ങേയറ്റം ആയപ്പോഴാണ് മൂസ അലൈഹിസ്സലാം റബ്ബിനോട് ചോദിച്ചത്. റബ്ബിന്റെ സംസാരം കേട്ടപ്പോൾ മൂസ അലൈഹിസ്സലാം റബ്ബിനെ കാണാൻ ആഗ്രഹിച്ചു. റബ്ബി അരിനി അൻദുർ ഇലൈക്, എന്റെ റബ്ബേ നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരൂ. അൻദുർ ഇലൈക്, ഞാൻ നിന്നെ നോക്കട്ടെ എന്നാണ് ആര് ചോദിച്ചത്? കരീം അല്ലാഹ് മൂസ അലൈഹിസ്സലാം. സൂറത്തുൽ അറാഫിൽ അല്ലാഹു അക്കാര്യം പറഞ്ഞു, വലമ്മ ജാഅ മൂസ ലിമീഖാതിനാ وكلمه ربه قال رب أرني أنظر إليك قال لن تراني ولكن انظر إلى الجبل فإن استقر مكانه فسوف تراني فلما تجلى ربه للجبل جعله دكا وخر موسى صعقا فلما أفاق قال سبحانك
تبت إليك وأنا أول المؤمنين ولما جاء موسى لميقاتنا موسى عليه السلام നാം നിശ്ചയിച്ച ആ സമയത്ത് വന്നപ്പോൾ അല്ലാഹു സമയം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടേക്ക് വരാൻ പറഞ്ഞു. വകല്ലമഹു റബ്ബുഹു റബ്ബ് മൂസയോട് സംസാരിച്ചപ്പോൾ ഖാല മൂസ അലൈഹിസ്സലാം പറഞ്ഞു റബ്ബി എൻ്റെ റബ്ബേ അരിനി നീ നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരൂ അൻദുർ ഇലൈക് ഞാൻ നിന്നെ നോക്കട്ടെ. ചോദ്യം നോക്കൂ നിങ്ങൾ, അതിയായ ആഗ്രഹം കൊണ്ടുള്ള ചോദ്യമാണ്. അള്ളാഹു പറഞ്ഞു ഖാല ലൻ തറാനി നീ എന്നെ കാണുകയില്ല, അഥവാ ദുനിയാവിൽ കാണുകയില്ല. വലാകിൻ ഇൻദുർ ഇല ജബൽ എന്നാൽ നീ ആ പർവ്വതത്തിലേക്ക് നോക്കൂ. ഫഇൻ ഇസ്തഖറ മകാനഹു അത് അതിന്റെ സ്ഥാനത്ത് തന്നെ നിന്നാൽ فسوف تراني നിനക്ക് എന്നെ കാണാം. فلما تجلى ربه للجبل അല്ലാഹു പർവ്വതത്തിന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടെ നോക്കൂ ആയത്തിൽ സൂറത്തുൽ അറാഫിൽ ആയത്തിൽ അല്ലാഹുവിന്റെ സിഫത്ത് വന്നിരിക്കുന്നു. തജല്ലി അല്ലാഹു പ്രത്യക്ഷപ്പെടും, പർവ്വതത്തിൽ അല്ലാഹു പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ നോക്കൂ നിങ്ങൾ, നമ്മൾ കരുത്തിന് ഉറപ്പിന് ഉദാഹരണമായി പറയും പർവ്വതത്തെ. ഒരു മല പോലെ ഉറച്ചു നിൽക്കും, ഒരു പർവ്വതം കണക്കെ ഉറച്ചു നിൽക്കുമെന്ന് പറയും. അങ്ങനെയുള്ള ബലിഷ്ഠമായ പർവ്വതം അതിനെന്ത് സംഭവിച്ചു? ഫലമ്മാ തജല്ല റബ്ബുഹു ലിൽ ജബലി ജഅലഹു ദക്ക അല്ലാഹു അതിനെ പൊടിച്ചു പാറ്റിക്കളഞ്ഞു. വഖറ മൂസ സഅഖ മൂസ അലൈഹിസ്സലാം ബോധരഹിതനായി വീണു. ഫലമ്മ അഫാഖ ബോധം തിരിച്ചു ലഭിച്ചപ്പോൾ മൂസ അലൈഹിസ്സലാം പറഞ്ഞു ഖാല സുബ്ഹാനക തുബ്തു ഇലൈക് അല്ലാഹുവേ ഞാനിതാ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങിയിരിക്കുന്നു, നീ എത്ര പരിശുദ്ധനാണ്. സുബ്ഹാനക തുബ്തു ഇലൈക വഅന അവ്വലുൽ മുഅ്മിനീൻ ഞാൻ മുഅ്മിനീങ്ങളിൽ ഒന്നാമനാണ്. ഇതുപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് നബിയോട് ചോദിച്ചത്. ഹദീസുകൾ നമുക്ക് കാണാം. യാ റസൂലല്ലാഹ് ഹൽ നറാ റബ്ബന യൗമൽ ഖിയാമ അന്ത്യനാളിൽ ഞങ്ങളുടെ റബ്ബിനെ കാണുമോ? സഹാബത്തിന്റെ ചോദ്യം നോക്കൂ നിങ്ങൾ, അവരുടെ ചോദ്യമാണത്. റബ്ബിനെ കാണാൻ കഴിയുമോ? അവരുടെ ആഗ്രഹമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സമാധാനിപ്പിച്ചു, കാണും, റബ്ബിനെ കാണും. റബ്ബിനെ കാണാതെ ഇബാദത്ത് ചെയ്തവന് അള്ളാഹു നൽകുന്ന പ്രതിഫലമാണ് അവനെ അവർക്കവൻ കാണിച്ചു കൊടുക്കുമെന്ന്. അള്ളാഹുവിനെ കാണാതെയാണ് മുഅ്മിനീങ്ങൾ ദുനിയാവിൽ ഇബാദത്ത് ചെയ്യുന്നു. നമ്മളാരും നമ്മുടെ റബ്ബിനെ കണ്ടിട്ടില്ല, പക്ഷെ റബ്ബ് അതിന് പ്രതിഫലമായി നൽകും, അവനെ കാണിച്ചു തരും എന്ന കാര്യം. പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹം നമുക്കുണ്ടായിരിക്കണം. അള്ളാഹുവിനെ അറിയുക, അള്ളാഹുവിനെ സ്നേഹിക്കുക, ഈ രണ്ട് കാര്യം കൊണ്ടാണ് അവനെ കാണാൻ നമുക്ക് ആഗ്രഹമുണ്ടാവുക. അള്ളാഹുവിനെ അറിയുക, അള്ളാഹുവിനെ സ്നേഹിക്കുക. ഇത് അഹ്ലുസുന്നത്തും അഹ്ലുൽ ബിദ്അഉം തർക്കത്തിലായ ഒരു മസ്അലയാണ്, ഒരു വിഷയമാണ്. അതിന്റെ വിശദാംശങ്ങൾ, അവർക്കുള്ള മറുപടി, ആ തെളിവുകൾ, ഇതൊക്കെ നമ്മൾ പഠിക്കും. പക്ഷേ പ്രിയ സഹോദരങ്ങൾ, ആ തർക്ക വിഷയം എന്നതിനപ്പുറം ഇതിൽ അങ്ങേയറ്റം വിലമതിക്കുന്ന ഈമാനികമായ ഒരു വശമുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. കേവലം നമ്മൾ പഠിക്കുന്നത് ഇത് ഒരു തർക്ക വിഷയം ആയതുകൊണ്ടല്ല, മറിച്ച് നമ്മുടെ ഈമാനിനെ ഏറ്റവും ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ്. നമ്മളേവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഇക്കാലത്ത് അനാവശ്യമായ തർക്കങ്ങളിൽ മുഴുകിയാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഖൽബിന് ഖസ്വത്ത് ബാധിച്ചിരിക്കും. ഖസ്വത്ത് ബാധിക്കാൻ വലിയ സാധ്യതയുണ്ട്. ഈ ഹക്കിന് വേണ്ടിയാണ് സംസാരിക്കുന്നത് എങ്കിൽ പോലും തർക്കം ഒരു പരിധി വിട്ടാൽ എന്ത് സംഭവിക്കും? ഖൽബിനൊരു ഖസ്വത്ത്, ഒരു കാഠിന്യം ബാധിക്കും. ഈമാനികമായ കാര്യങ്ങൾ, ആയത്തുകൾ, ഹദീസുകൾ കേട്ടാൽ പിന്നെ ഒരു നനവ് ഹൃദയത്തിനില്ലാത്ത അവസ്ഥയിലേക്കായി പോകും. അതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധിക്കുക. അതിനുള്ള വഴി അള്ളാഹുലേക്ക് ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങുക എന്നതാണ്. ഹൃദയം നനക്കാൻ, അതിന് ധൈര്യമെല്ലാം തിരിച്ചു കിട്ടാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. ഖബറുകൾ സന്ദർശിക്കുക, സാധുക്കളെ സന്ദർശിക്കുക, യതീമുകളെ അവർക്ക് സഹായമേകുക. ഇതുപോലുള്ള കാര്യങ്ങൾ ഹൃദയത്തിന് നനവ് തിരിച്ചു നൽകും. വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പ്രായം മുന്നോട്ട് ചെല്ലുമ്പോൾ 30 കഴിഞ്ഞു, 40 കഴിഞ്ഞു, ആ സമയത്ത് നോക്കൂ, ചെറിയ കുട്ടികളെ പോലെയുള്ള അവസ്ഥയല്ല ഉണ്ടാവുക. ദുനിയാവിൽ എത്ര മുഴുകുന്നോ അത്രയും ഹൃദയം കടുത്തു പോകാൻ വളരെ സാധ്യത. എത്ര ഈ തർക്കങ്ങളിൽ അനാവശ്യമായി മുഴുകുന്നോ ഹൃദയം കടുക്കാൻ വളരെ സാധ്യതയുണ്ട്. ഹക്ക് മനസ്സിലാക്കാൻ സംസാരിക്കുന്നവൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതല്ല കേവല തർക്കത്തിനാണ് അവന്റെ പുറപ്പാട് എന്ന് കണ്ടാൽ അവൻ ഒഴിവാക്കുക. നമ്മുടെ ദീൻ
അതുമായി മുന്നോട്ട് നമ്മുടെ ഹൃദയത്തിന്റെ നൈർമല്യം നിലനിർത്തി അള്ളാഹു എനിക്കും നിങ്ങൾക്കും അത് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈമാനികമായ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മസല ആ ചിന്തയോടെ പഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹുൽ വിശ്വാസമില്ലാത്ത കുഫാറുകൾ, ദുനിയാവിൽ മതിമറന്നവർ, അവർക്ക് ഈ ആഗ്രഹം ഉണ്ടാവുകയില്ല. റബ്ബിനെ കാണാൻ അവർ കൊതിക്കുകയില്ല. അള്ളാഹു പറഞ്ഞു, ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅന വറദൂ ബിൽ ഹയാത്തി ദുനിയ വത്മഅന്നു ബിഹാ. അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിക്കാത്തവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താണ്? വറദൂ ബിൽ ഹയാത്തി ദുനിയ, ദുനിയാവിൽ തൃപ്തി അടഞ്ഞവരാണ് അവർ. വത്മഅന്നു ബിഹാ, അവരുടെ എല്ലാ സമാധാനവും അതിലാണ്. അപ്പുറത്തേക്ക് അവർ ചിന്തിക്കുന്നില്ല, അവരുടെ ചിന്ത വളർന്നിട്ടില്ല. അങ്ങനെയുള്ളവർ അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിക്കുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത് മീസാനാണ്. റബ്ബിനെ കാണാനുള്ള ആഗ്രഹം അളവുകോലാണ്. നീ നിന്റെ ഹൃദയത്തിൽ ഇതുണ്ടോ എന്ന് അളന്നു നോക്ക്. അവനവന്റെ ഹൃദയത്തിലേക്ക് തിരിഞ്ഞു നോക്ക്. മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം ഇത് ഈമാനുണ്ട്. പ്രിയമുള്ളവരെ, അത് ഇല്ല എന്നാണോ തോന്നുന്നത്? അത് നേടിയെടുക്കാൻ ശ്രമിക്കൂ. നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ പഠിക്കൂ. നബിയുടെ ഞാൻ നേരത്തെ പറഞ്ഞ ദുആയിലുള്ളതുപോലെ വഅസ്അലുക ലദ്ദത നദർ ഇലാ വജ്ഹിക് ഷൗഖ ഇലാ ലിഖാഇക്. സുദീർഘമായ ഒരു ദുആ ആണ്, അതിന്റെ ഇടയിലുള്ള ഒരു ഭാഗമാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കത് പഠിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമുക്ക് നൽകാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് പഠിക്കുക, നന്നായി പഠിക്കുക. അതുകൊണ്ട് ഇത് നമ്മുടെ ലക്ഷ്യമാക്കുക. ഇത് നമ്മുടെ ലക്ഷ്യമാക്കണം. ജീവിതത്തിൽ ഈ ലക്ഷ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കും. അള്ളാഹുവിനെ കാണുക എന്ന ആഗ്രഹം. അവൻ നമ്മോട് കോപിച്ചവനാകാതെ, അവനിത് ഈ സ്വർഗവാസികളോട് ഇങ്ങനെ പറയുമ്പോൾ അവരിൽ നമ്മളും ഉണ്ടാകാൻ അത് നമ്മൾ ആഗ്രഹിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇനി സഹോദരങ്ങളെ, ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് പറയാം. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ ഉദ്ദേശിക്കുമ്പോൾ അവന്റെ പടപ്പുകൾക്ക് അവൻ പ്രത്യക്ഷപ്പെടും. അവൻ കാണുന്നു, കേൾക്കുന്നു എന്നതുപോലെ അവനെ കാണാനും അവൻ പറയുന്നത് കേൾക്കാൻ പടപ്പുകൾക്ക് സാധിക്കുകയും ചെയ്യും. അവൻ പടപ്പുകളെ കാണുന്നുണ്ട്, പടപ്പുകളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. പടപ്പുകൾക്ക് അള്ളാഹുവിനെ കാണാൻ സാധിക്കും. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കേൾക്കാൻ പടപ്പുകൾക്ക് സാധിക്കും. പക്ഷേ അള്ളാഹുവിനെ നമ്മൾ ആരും ഈ ദുനിയാവിൽ വെച്ച് കാണുകയില്ല. ദുനിയാവിൽ വെച്ച് ഉണർച്ചയിൽ കാണുകയില്ല. മനസ്സിലായില്ലേ? ഉണർന്നിരിക്കവേ ഒരിക്കലും നമ്മുടെ കണ്ണുകൾ കൊണ്ട് ഈ ദുനിയാവിൽ റബ്ബിനെ കാണുകയില്ല. മറിച്ച് കാണുക എപ്പോഴാണ്? മരണത്തിന് ശേഷമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാം, തഅല്ലമൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തഅല്ലമൂ, പഠിച്ചു വെക്കൂ നിങ്ങൾ, അന്നഹു ലൻ യറാ അഹദുൻ മിൻകും റബ്ബഹു അസ്സ വജൽ ഹത്താ യമൂത്ത്. നിങ്ങളിൽ ഒരാളും തന്നെ റബ്ബിനെ മരിച്ചതിനു ശേഷമല്ലാതെ കാണുകയില്ല. മരണത്തിന് ശേഷം മാത്രമേ റബ്ബിനെ കാണൂ. ഈ ലോകത്ത് ജീവിച്ചിരിക്കെ കാണുകയില്ല. എന്തുകൊണ്ടാണ് കാണാത്തത്? എന്തുകൊണ്ടാണ് കാണാത്തത് എന്നാൽ അതിനുള്ള ശേഷി പടപ്പുകൾക്കില്ല എന്നതുകൊണ്ടാണ്. അതല്ലാതെ അള്ളാഹു റബ്ബുൽ ആലമീൻ അവന് പ്രത്യക്ഷപ്പെടാൻ, അവന്റെ തജല്ലി എന്ന സിഫത്ത് അവന് സാധിക്കുകയില്ല എന്നതുകൊണ്ടാണോ? നഊദു ബില്ലാഹ്, ഒരിക്കലുമല്ല. അള്ളാഹു പർവ്വതത്തിന് അവനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. മൂസ അലൈഹിസ്സലാം അതുകൊണ്ടാണ് റബ്ബിനെ കാണാൻ ചോദിച്ചത്. പക്ഷെ ഈ ലോകത്ത് പടപ്പുകൾക്ക് അതിന് ശേഷിയില്ല എന്നതുകൊണ്ടാണ് സാധിക്കാത്തത്. അതുകൊണ്ടാണ് പർവ്വതം തകർന്നു പോയത്. പരലോകത്ത് എന്താണ് സംഭവിക്കുക? സ്വർഗത്തിൽ എന്താണ് സംഭവിക്കുക? സ്വർഗത്തിൽ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു അതിനുള്ള ശേഷി നൽകും. അള്ളാഹുവിനെ കണ്ടു നിൽക്കാനുള്ള ശേഷി നൽകും. കാരണം അത് ഖുലൂദിന്റെ, ശാശ്വതവാസത്തിന്റെ ലോകമാണ്. ഇതാണ് നമ്മുടെ വിശ്വാസം. ഇതിനെതിരായ രണ്ട് പ്രധാനപ്പെട്ട പിഴച്ച വിശ്വാസങ്ങളുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട പിഴച്ച വിശ്വാസങ്ങൾ. ഒന്ന്, അള്ളാഹുവിനെ ഈ ലോകത്ത് കാണുകയില്ല, പരലോകത്തും കാണുകയില്ല എന്ന പിഴച്ച വിശ്വാസം. ഈ പിഴച്ച വിശ്വാസമാണ് ജഹ്മികൾക്കുള്ളത്. നമ്മൾ മുമ്പ് ഖുർആൻ അള്ളാഹുവിന്റെ ഖൽഖാണെന്ന പിഴച്ച വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ ഈ വിശ്വാസം പുലർത്തുന്നവർ ഇന്നുമുണ്ട്. ഇബാദികൾ ഈ വിശ്വാസം വെച്ച് പുലർത്തുന്നവരാണ്. നമ്മുടെ നാട്ടിലെ അശാരികൾക്ക് ഇതിലും അള്ളാഹുവിനെ കാണുക എന്നത് ഫലത്തിലില്ലാതായി പോകുന്ന രൂപത്തിൽ, നേർക്കുനേർ അവരതിനെ നിഷേധിക്കുകയില്ല എങ്കിലും ഫലത്തിൽ അതില്ലാതായി പോകുന്ന ചില വാദങ്ങളുണ്ട്. ഇൻഷാ അള്ളാഹ് ഞാനത് വിശദീകരിക്കാം. റബ്ബിനെ കാണുകയില്ല
എന്ന വിശ്വാസം വെച്ചു പുലർത്തുന്ന പിഴച്ച കക്ഷികൾ നിങ്ങൾ നോക്കൂ, നിങ്ങൾ അവരുടെ ഈമാനിന്റെ സ്ഥിതി എന്തായിരിക്കും? അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ട് അങ്ങനെ പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, കാഫിറാണെന്ന് അഹ്ലുസുന്നത്തിന്റെ ഉലമാ ഇമാം അഹ്മദിനെ പോലെയുള്ള മുൻഗാമികളായ പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. എന്ത് ഈമാനാണ് പിന്നെ അവന്റെ മനസ്സിൽ ബാക്കിയുള്ളത്? എന്തിനു വേണ്ടിയാണ് അവൻ പ്രവർത്തിക്കുന്നത്? അവന്റെ ഹൃദയം എത്രമാത്രം മരവിച്ച ഹൃദയമായിരിക്കുമെന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഈ കൂട്ടരിൽ ഒരാൾ, അവർ ഒരുപാടുള്ള നാട് നിങ്ങൾക്ക് അറിയുമായിരിക്കുമല്ലോ. നമ്മുടെ ഒരു സഹോദരൻ ആ നാട്ടിൽ നിസ്കരിക്കുമ്പോൾ അദ്ദേഹം അറിവില്ലാതെ പോകാറുള്ളത് അത്തരക്കാരുടെ ഒരു മസ്ജിദിലായിരുന്നു. അദ്ദേഹം അറിവില്ലാതെ പോകുന്നതാണ്. അദ്ദേഹം ഫജ്റിന് എപ്പോഴും വളരെ നേരത്തെ ചെല്ലും, നേരത്തെ മസ്ജിദിലെത്തും, ജമാഅത്ത് ആരംഭിക്കുന്നതിന് വളരെ മുമ്പേ. ആ മസ്ജിദിൽ ഈ വിശ്വാസം വെച്ച് വളർത്തുന്ന ഇമാം, അദ്ദേഹം സാധാരണക്കാരനാണ്. ഇദ്ദേഹത്തോട് ചോദിച്ചു, ഇദ്ദേഹത്തോട് പറഞ്ഞത് ഇങ്ങനെയാണ് വേണ്ടത്, നിങ്ങളെപ്പോലെയാണ് വേണ്ടത്, നേരത്തെ എപ്പോഴും വളരെ നേരത്തെ ജമാഅത്തിന് മുമ്പ് മസ്ജിദിലെത്തും. ഇദ്ദേഹം വളരെ സാധാരണക്കാരൻ, കുറെ വർഷങ്ങളായിട്ട് അവിടെ ആ നാട്ടിൽ താമസിക്കുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞത്രേ, പക്ഷെ ഞാനിതൊക്കെ ചെയ്യുന്നത് റബ്ബിനെ കാണാൻ വേണ്ടിയാണ്, നിങ്ങൾക്ക് പക്ഷെ ആ വിശ്വാസമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇയാളാകെ വിരളി വെളുത്ത് ഇയാളാകെ ഒന്നുമല്ലാതായി, മറുപടിയില്ല. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എന്താണ് പിന്നെ പ്രവർത്തനങ്ങൾക്ക് അർത്ഥമുള്ളത്? അള്ളാഹുവിനെ കാണാൻ ഒരു ആഗ്രഹമില്ലെങ്കിൽ സാധാരണക്കാരൻ ഒരാൾ പറഞ്ഞതാണ്. കാരണം അഹ്ലുസുന്നത്തിന്റെ അഖീദ എന്നാൽ മനുഷ്യന്റെ ശുദ്ധ പ്രകൃതത്തോടെ ഏറ്റവും യോജിക്കുന്ന അഖീദയാണ്. കാരണം ഇസ്ലാമാണിത്, പരിശുദ്ധ ഇസ്ലാം. അത് മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിയോട് യോജിക്കുന്നതാണ്. അതുകൊണ്ടാണ് നോക്കൂ, ഈ അശാരി ഇതുപോലുള്ള പിഴച്ച കക്ഷികളുടെ സ്വാധീനമില്ല എങ്കിൽ അതൊന്നും കേൾക്കാത്ത സാധാരണക്കാരായ മുസ്ലിമീങ്ങൾ പൊതുവെ അഹ്ലുസുന്നത്തിന്റെ അഖീദയാണ്. അതുകൊണ്ടാണ് 95% അശാരികളാണ് ലോക മുസ്ലിമീങ്ങൾ എന്നൊക്കെ പറയുന്ന വാദങ്ങൾ തെറ്റാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നത്. കാരണം ഇവരുടെ ഈ ജാതി പിഴവുകൾ കേട്ടിട്ടില്ല എങ്കിൽ ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ യാതൊരു പ്രയാസവുമില്ല. അള്ളാഹുവിന്റെ സിഫത്തുകൾ ഉൾക്കൊള്ളാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു മുസ്ലിമിന് എന്ത് പ്രയാസമുണ്ട് തന്റെ റബ്ബിനെ നാളെ പരലോകത്ത് കണ്ടുമുട്ടുമെന്ന് പറഞ്ഞാൽ? പക്ഷേ പിഴച്ച പല വാദങ്ങളും ഗ്രീക്ക് ഫൽസഫയും മറ്റും തലയിൽ കയറിയവർക്ക് അതെങ്ങനെ അതങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറെ ന്യായവാദങ്ങൾ അവരതിന് പറയും. ശരീരമായ സലാമത്തിൽ ജീവിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു കുഴപ്പവുമില്ല. അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തിൽ ഖുർആനിലും സുന്നത്തിലും വന്നതുപോലെ മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ വിശ്വസിക്കാൻ. ഞാൻ പറഞ്ഞു വന്നത്, ഒരു പിഴച്ചവാദം എന്താണ്? അള്ളാഹുവിനെ കാണുകയില്ല, ഈ ലോകത്തും കാണൂല, വേറെ ലോകത്തും കാണൂല. അത് മുസ്തഹീലായ അസംഭവ്യമായ ഒരു കാര്യമാണെന്നാണ് അവരുടെ വാദം. രണ്ടാമത്തെ പിഴച്ചവാദം എന്ന് പറയുന്നത്, അള്ളാഹുവിനെ പരലോകത്ത് കാണും, ശരി, ഈ ലോകത്തും കാണും. അതാർക്കാണ് ആ വാദമുള്ളത്? സൂഫികൾക്കാണ്. ഞാൻ പറയുന്നത് സ്വപ്നത്തിലോ അങ്ങനെയുള്ള കാഴ്ചയല്ല, മറിച്ച് നേർക്കുനേരെ കണ്ണുകൾ കൊണ്ട് കാണും എന്നാണ്. അതല്ലാതെ സ്വപ്നത്തിൽ ഈ ലോകത്ത് കാണുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനെ കണ്ടിട്ടുണ്ട് സ്വപ്നത്തിൽ. അത് നടക്കാത്ത കാര്യമല്ല, ഈ ലോകത്ത് തന്നെ. പക്ഷേ ഉണർച്ചയിൽ റബ്ബിനെ കാണുകയില്ല. എന്നാൽ ഉണർച്ചയിൽ തന്നെ റബ്ബിനെ കാണും എന്ന് വിശ്വസിക്കുന്ന സൂഫികളുണ്ട്. എന്ന് മാത്രമല്ല, സുബ്ഹാനല്ലാഹ്, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, തആല അല്ലാഹു അമ്മാ യഖൂലുന ഉലുവൻ കബീറ. ഈ ആളുകൾക്ക് വാദമുണ്ട്, റബ്ബ് അവരുടെ മജ്ലിസുകളിൽ വന്നിരിക്കും, അവരുടെ കൂടെ ഭക്ഷണം കഴിക്കും എന്നതുപോലുള്ള അങ്ങേയറ്റം മോശമായ പിഴച്ച വാദങ്ങൾ സൂഫികളിൽ അതിരുകടന്നവർക്കുണ്ട്. ഹുലൂലി വാദങ്ങളുള്ളവർ, അഥവാ റബ്ബ് പടപ്പുകൾക്കിടയിൽ അവതരിക്കും എന്നിങ്ങനെയുള്ള പിഴച്ച വിശ്വാസം. ഈ രണ്ട് പിഴച്ച വിശ്വാസവും ഇസ്ലാമിന് പുറത്തുള്ള വിശ്വാസമാണ്. ഇസ്ലാമിന്റെ നേരായ പാതക്ക് യോജിക്കാത്ത, അഹ്ലുസുന്നത്തിന് യോജിക്കാത്ത, അതിന് പുറത്തുള്ള വിശ്വാസം. ഒന്നെന്താണ്? രണ്ടു ലോകത്തും റബ്ബിനെ കാണുകയില്ല. മറ്റൊന്ന്, രണ്ടു ലോകത്തും കാണും. അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം എന്താണ്? മരിക്കുവോളം ഒരാളും റബ്ബിനെ കാണുകയില്ല, മരണത്തിന് ശേഷമേ കാണുകയുള്ളൂ. ഈ ലോകത്ത് എന്തുകൊണ്ടാണ് അത് കാണാത്തത്? പടപ്പുകൾക്ക് അതിനുള്ള ശേഷിയില്ല എന്നതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ്. ഇനി നോക്കൂ, നമ്മുടെ റബ്ബിനെ കാണുമെന്ന വിശ്വാസത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, റബ്ബിനെ മുഅ്മിനീങ്ങൾ പരലോകത്ത് കാണുക, സ്വർഗത്തിൽ കാണുക എങ്ങനെയാണ്? അവരുടെ ഈ കണ്ണുകൾ കൊണ്ടാണ് കാണുക. മുഖത്തുള്ള കണ്ണുകൾ കൊണ്ട് കാണും. അതല്ലാതെ മനസ്സിന്റെ കാഴ്ചയോ അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞതുകൊണ്ടുള്ള ഒരു കാഴ്ചയോ, ഇങ്ങനെയൊക്കെയുള്ള ചില പിഴച്ച വാദങ്ങൾ ഉണ്ട്. തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം,
ഇന്നകും സതറൗന റബ്ബകും അയാനൻ, നിങ്ങളുടെ റബ്ബിനെ എങ്ങനെ കാണും? അയാനൻ, കണ്ണുകൾ കൊണ്ട് കാണും എന്നാണ്. എന്നാൽ നോക്കൂ, പഴച്ച പല വിശ്വാസമുള്ള ആളുകൾ അവർ പറഞ്ഞത് കാണാം, ഇതെന്താണ്? ഇത് അള്ളാഹുവിനെ റുയ ഇൽമിയ, അറിഞ്ഞതുകൊണ്ട്, കണ്ണി കാണുന്നത് പോലെ അള്ളാഹുവിനെ അറിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ റബ്ബിനെ അവർക്കറിയാൻ സാധിക്കും എന്നാണ് അതിന്റെ അർത്ഥം. എന്തൊരു പിഴച്ച വാദമാണെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ അറിയുക എന്നത് അത് സ്വർഗത്തിൽ മാത്രം ഖാസാണോ? ഈ ദുനിയാവിൽ അറിയൂലേ? ദുനിയാവിലെ റബ്ബിനെ അറിയാത്തവരാണോ മുഅ്മിനീങ്ങൾ? അല്ലാതെ അറിയുക എന്നോ അല്ലെങ്കിൽ പിന്നെ മനസ്സുകൊണ്ട് കാണുക എന്നൊന്നും, കണ്ണുകൾ കൊണ്ട് കാണുമെന്ന് തന്നെയാണ് അർത്ഥം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് വുജൂഹുൻ യൗമഇദിൻ നാദിറ. എന്താണ് ബാക്കി? ഇലാ റബ്ബിഹ നാദിറ. വുജൂഹുൻ, അന്ന് ചില മുഖങ്ങൾ, യൗമഇദിൻ, അന്നേ ദിവസം, നാദിറത്തുൻ, ആദ്യത്തെ ആയത്തിൽ നാദിറത്തുൻ ബാദാണ്, ബാദ് സാദ് പോലെ എഴുതുന്ന ബാദ്, നാദിറത്തുൻ, ആ മുഖങ്ങൾ നദ്റത്തുള്ളതാണ്. എന്താ നദ്റ? പ്രസന്നമായ മുഖങ്ങളാണ്. ഇലാ റബ്ബിഹ, അവയുടെ റബ്ബിലേക്ക്, നാദിറ, അത് ലാ ആണ്, താ പോലെ എഴുതുന്ന ലാ. എന്താണ് അർത്ഥം? ആ മുഖങ്ങൾ റബ്ബിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. സുബ്ഹാനല്ലാഹ്. ആയത്ത് നോക്കൂ നിങ്ങൾ, വുജൂഹുൻ, ചില മുഖങ്ങൾ അന്ന് പ്രസന്നമായി, ആ മുഖങ്ങൾ റബ്ബിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമെന്നാണ് റബ്ബ് പറഞ്ഞത്. മനസ്സിലായി? കണ്ണുകൾ കൊണ്ടാണ് കാണുന്നത്. മാത്രമല്ല നദറ ഇല എന്ന് പറഞ്ഞാൽ അത് കണ്ണുകൊണ്ട് കാണുക എന്ന് മാത്രമാണ്. കണ്ണുകൊണ്ട് കാണുക എന്നതിനാണ് നദറ ഇല എന്ന് പറയുക. ഇല ചേർക്കാതെ ചിലപ്പോൾ നദറ പറഞ്ഞാൽ അതിന് എന്തർത്ഥമുണ്ട്? കാത്തിരിക്കാന്നുള്ള അർത്ഥമുണ്ട്. ചില പഴച്ച കക്ഷികൾ അങ്ങനെ ഈ ആയത്തിന് അർത്ഥം പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇപ്പൊ എന്താ അതിനർത്ഥം? അന്ന് ചില മുഖങ്ങൾ പ്രസന്നമാണ്, റബ്ബിനെ കാത്തിരിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രിയ സഹോദരങ്ങൾ, ഇത് നിഅമത്തിനെ കുറിച്ച്, അള്ളാഹു നൽകുന്ന സുഖത്തെക്കുറിച്ചാണ് പറയുന്നത്. കാത്തിരിപ്പ് സുഖമാണെന്ന് ആരാണ് പറയുക? കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ അതെന്താണ്? ഒരു അങ്ങേയറ്റം ബോറടിപ്പിക്കുന്ന പരിപാടിയാണ് കാത്തിരിക്കാന്ന് പറഞ്ഞത്. കാത്തിരിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു സുഖമല്ല. ഇങ്ങോട്ട് കാത്തിരിക്കുന്ന പറഞ്ഞാലോ ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് കാത്തിരിപ്പ് എന്ന് പറഞ്ഞത്. അല്ല, നദറ ഇല എന്ന് പറഞ്ഞാൽ നോക്കുക എന്നാണ് അതിന്റെ അർത്ഥം. കണ്ണുകൾ കൊണ്ട് നോക്കുന്നതിനെ നദറ ഇല എന്ന് അറബിയിൽ പറയുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്. അതല്ല എങ്കിൽ എന്ത് സംഭവിക്കും? എന്തെല്ലാം കാര്യങ്ങളുണ്ട്, എന്തെല്ലാം കാര്യങ്ങളുടെ അർത്ഥം മാറും. അപ്പൊ നോക്കൂ, പിഴച്ച കക്ഷികൾ അവർക്ക് തോന്നുന്നത് പോലെ പരിശുദ്ധ ഖുർആനിന്റെ അർത്ഥം മാറ്റിയാൽ എന്തെല്ലാം കാര്യങ്ങൾ അങ്ങനെ അർത്ഥം മാറിപ്പോവും. അല്ല, നമ്മൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണും എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് അതാണ്. അടുത്തത്, റബ്ബിനെ കണ്ണുകൾ കൊണ്ട് നമ്മൾ കാണും. ആ കാഴ്ച എങ്ങനെയുള്ള കാഴ്ചയാണ്? അത് റുഇയത്തു നഈം, അനുഗ്രഹത്തിന്റെ, സുഖത്തിന്റെ കാഴ്ചയാണ്. അതല്ലാതെ അത് കേവലമായുള്ള ഒരു കാഴ്ചയല്ല. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. മറ്റൊന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണും, മുഅ്മിനീങ്ങൾ കാണും. പക്ഷേ അവനെ പരിപൂർണമായി കാണുക സാധ്യമല്ല. കാണുമെന്ന് പറഞ്ഞാൽ എന്താ അതിന് അർത്ഥമില്ല? അള്ളാഹുവിനെ പരിപൂർണമായി കാണും എന്നതിന് അർത്ഥമില്ല. ഏതുപോലെ? അള്ളാഹുവിനെ നമുക്കറിയാം, അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് ഇൽമുണ്ട്. പക്ഷെ അള്ളാഹുവിനെ പരിപൂർണമായി നമുക്കറിയുമോ? നിങ്ങൾ പറയൂ, ഒരിക്കലുമില്ല. വലാ യുഹീതൂന ബിഹി ഇൽമ, അള്ളാഹു ഖുർആനിൽ പറഞ്ഞതാ. വലാ യുഹീതൂന ബിഹി ഇൽമ, അവർ അള്ളാഹുവിനെ കുറിച്ച് പരിപൂർണമായി അറിയുകയില്ല. മനസ്സ് അള്ളാഹു അറിയിച്ചു തന്നത് എന്ന് മാത്രമല്ല സഹോദരങ്ങളെ, അള്ളാഹു അറിയിച്ചു തന്നതുപോലും നമുക്ക് എന്തേ അറിയൂ? ഭാഗികമായി അറിയൂ. റബ്ബ് അവനെ കുറിച്ച് പറഞ്ഞു, അവന് വജ്ഹുണ്ട്, അവന് മുഖമുണ്ട്. അഹ്ലുസുന്ന, നമ്മൾ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നു അവന്റെ മഹത്വത്തിന്, അവന്റെ ജലാലത്തിന് യോജിച്ച മുഖം ഒരു പടപ്പിനെയും പോലെയല്ല. പക്ഷെ നമുക്ക് എന്തറിയില്ല? എങ്ങനെയെന്ന് കൈഫിയ നമുക്കറിയില്ല. കൈഫിയത്തുണ്ടോ? കൈഫിയത്തുണ്ട്, നമുക്കറിയില്ല. എങ്ങനെ? അത് നമുക്കറിയില്ല. അപ്പൊ നോക്കൂ, അള്ളാഹുവിന്റെ ഏത് സിഫത്തും പണ്ഡിതന്മാർ പറയും മഅലൂമത്തു മിൻ വജ്ഹിൻ വമജ്ഹൂലത്തു മിൻ വജ്ഹ്. ഒരു നിലക്ക് നമുക്കതറിയാം, എന്നാൽ മറ്റൊരു നിലക്ക് നമുക്കത് അറിയുകയില്ല. അള്ളാഹുവിനെ കുറിച്ച് അറിയുക. അള്ളാഹു നമുക്ക്
ഉൾക്കൊള്ളാൻ പറ്റുന്നത് മാത്രം പഠിപ്പിച്ചു തന്നിരിക്കുന്നു അവന്റെ റഹ്മത്തുകൊണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ, സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ പേരുകളിൽ അള്ളാഹുവിന്റെ പേരുകളെ കുറിച്ച് നമ്മൾ ചൊല്ലുന്ന ദുആയിലുണ്ടല്ലോ, ദുഃഖം വന്നാൽ അത് നീങ്ങാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശ്രേഷ്ഠമായ ദുആ, അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക അസിയതി ബിയദിക മാദിൻ ഫീ ഹുക്മുക അദലുൻ ഫീ ഖദാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അൻസൽതഹു ഫീ കിതാബിക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക ഔ ഇസ്തഅസർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക. അല്ലാഹുവേ, ഞാൻ നിന്നോട് നിന്റെ പേരുകൾ മുഖേന ചോദിക്കുന്നു. എങ്ങനെയുള്ള പേരുകൾ? നീ നിന്നെ വിളിച്ച പേരുകൾ. അല്ലാഹുവിന്റെ പേരുകൾ അവൻ അവരെ വിളിച്ചതാണ്. ബിംബാരാധകർ അവരുടെ ഇലാഹുകൾക്ക് അവരിട്ടതാണ് പേരുകൾ. ഇൻ ഹിയ ഇല്ല അസ്മാഉൻ സമ്മൈതുമുഹ അൻതും വഅബാഉകും മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ. അല്ലാഹുവും അവനല്ലാത്ത ഇലാഹുകളും തമ്മിലുള്ള വ്യത്യാസമാണ്. അല്ലാഹുവിന്റെ പേരുകൾ അവനവനെ വിളിച്ച പേരാണ്. മുശ്രിക്കുകൾ അവരുടെ ഇലാഹുകൾക്ക് ആരാണ് പേരിട്ട്? ഈ ആരാധ്യന്മാർ ഇട്ടുകൊടുത്ത പേരാണ്. അല്ലെങ്കിൽ നോക്ക്, അവരുടെ താഴെ അവർ ചവിട്ടി നടക്കുന്ന കല്ലും അവർ ആരാധിക്കുന്ന കല്ലും തമ്മിൽ എന്തേ വ്യത്യാസം? ഇവരതിന് പേരിട്ടു, അത് പേരിട്ടിട്ടില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല അവനാണ് അവന്റെ പേര് വിളിച്ചത്. റബ്ബെ, നീ അവതരിപ്പിച്ച കിതാബുകളിൽ അവതരിപ്പിച്ച പേര് മുഖേന, നീ നിന്റെ പടപ്പുകൾ ആരെങ്കിലും പഠിപ്പിച്ച പേര് മുഖേന, നീ നിന്റെ അദൃശ്യ വിജ്ഞാനത്തിൽ ആർക്കും പഠിപ്പിച്ചു കൊടുക്കാതെ വെച്ച പേര് മുഖേന, എന്നിട്ടാണ് നമ്മൾ ദുഃഖം മാറ്റാനും മറ്റുമുള്ള ദുആ ചൊല്ലുന്നത്. അതിന്റെ ബാക്കി ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടവരൊക്കെ കാണാതെ പഠിക്കണം എന്ന് പറഞ്ഞ ദുആ ആണ്. കേട്ടവരൊക്കെ മനഃപ്പാടമാക്കണം. അതൊരാൾ പ്രയാസത്തിൽ ദുഃഖത്തിൽ ചൊല്ലിയാൽ അള്ളാഹു അത് നീക്കി അവന് സന്തോഷം പകരം കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, റബ്ബിന്റെ പേരുകൾ നമുക്കറിയാത്ത പേരുണ്ട്. എന്താണ് അവന്റെ പേരിലുള്ളത് യഥാർത്ഥത്തിൽ? നിങ്ങൾ പറയൂ, അള്ളാഹുവിന്റെ ഓരോ പേരും കേവല പേരുകളല്ല, മറിച്ച് അതെല്ലാം അൽ ഹുസ്ന, ഏറ്റവും നല്ല പേരുകളാണ്. ആ ഹുസ്ന എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അത് അർത്ഥമില്ലാത്ത പേരുകളല്ല, മറിച്ച് അതിനർത്ഥമുണ്ട്. അതിൽ അള്ളാഹുവിന്റെ ഒന്നോ അതിലധികമോ സിഫത്തുകൾ, വിശേഷണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഉദാഹരണത്തിന് റഹ്മാൻ, അള്ളാഹുവിന്റെ പേരിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന വിശേഷണമുണ്ട്. മാത്രമല്ല, ആ പേരിൽ പറഞ്ഞ വിശേഷണം ഉള്ളവനാണ് റബ്ബ്. വെറുതെ ഇല്ലാത്ത പേരാണോ? അല്ല. ഇപ്പൊ ചില ആൾക്ക് വളരെ നല്ല പേരായിരിക്കും, പക്ഷെ ആ പേരിൽ പറഞ്ഞൊരു നന്മ ആളിൽ ഉണ്ടാവുകയില്ല. അങ്ങനെ വടപ്പുകൾ ഉണ്ടാകാം. പക്ഷെ റബ്ബ് അങ്ങനെയാണോ? ഒരിക്കലുമല്ല. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നോക്കൂ, നമുക്കറിയാത്ത പേരുകൾ എന്നാൽ നമുക്കറിയാത്ത വിശേഷണങ്ങൾ റബ്ബിനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നാളെ പരലോകത്ത് ആളുകളെല്ലാം വിചാരണ കാത്തു നിൽക്കുമ്പോൾ ഞാൻ റബ്ബിന്റെ അർശിനു മുന്നിൽ സുജൂദിൽ കിടക്കും. അള്ളാഹു ഉദ്ദേശിച്ച അത്രയും കാലം അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ പുകഴ്ത്താനുള്ള ചില വാചകങ്ങൾ എനിക്ക് അന്ന് മനസ്സിൽ തോന്നിപ്പിച്ചു തരും. ഇപ്പോൾ എനിക്കത് പറയാൻ സാധിക്കുന്നില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്ത് മുഖേനാണ് അള്ളാഹുവിനെ പുകഴ്ത്തുക? നിങ്ങൾ പറയും, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ പറഞ്ഞിട്ടാണ് അള്ളാഹുവിനെ പുകഴ്ത്തുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇപ്പോൾ എനിക്കതറിയില്ല. അള്ളാഹുവിനെ നമുക്കറിയാത്ത, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ഈ ലോകത്ത് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കാത്ത വിശേഷണങ്ങളുണ്ട്. റബ്ബിന്റെ പേരുകൾ 99 ഒതുങ്ങുമോ? ഇല്ല. ആ 99 പേരുകൾ പഠിച്ചാൽ, അതനുസരിച്ച് ജീവിച്ചാൽ ഒരാൾ സ്വർഗത്തിലാണ്. ആ പേരിന്റെ താല്പര്യം അനുസരിച്ച് ജീവിച്ചാൽ. അതല്ലാതെ 99 പേരുള്ളൂ എന്നല്ല അതിന്റെ അർത്ഥം. ഇന്ന ലില്ലാഹി 99 ഇസ്മ 100 ഇല്ലാ വാഹിദ മൻ അഹ്സാഹ ദഖലൽ ജന്ന. അള്ളാഹുവിന് 99 പേരുകളുണ്ട്, 100 കുറവ്. അത് പഠിച്ചാൽ, അത് ഇഹ്സാ ചെയ്താൽ ഒരാൾ സ്വർഗത്തിനാണ്. പേരുകൾക്ക് നമുക്ക് നൽകുന്ന ചില പാഠങ്ങളുണ്ട്, അതും ഉൾക്കൊണ്ടാലാണ് ഒരാൾ സ്വർഗത്തിൽ പോവുക. ആ 99 മാത്രമേ അള്ളാഹുവിന് പേരുള്ളൂ എന്ന് അതിനർത്ഥമില്ല. പറഞ്ഞു വന്നത് നോക്കൂ, അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് പരിപൂർണമായി അറിയാൻ കഴിയുകയില്ല എന്നതുപോലെ ശ്രദ്ധിക്കുക. അള്ളാഹുവിനെ കാണാൻ സാധിക്കും, പക്ഷേ എന്ത് സാധിക്കുകയില്ല? പരിപൂർണമായി കാണാൻ സാധിക്കുകയില്ല. അതാണ് അള്ളാഹു പറഞ്ഞ ആയത്തിന്റെ അർത്ഥം സലഫുകളിൽ പലരും വിശദീകരിച്ചത്, ലാ തുദ്രികുൽ അബ്സാറു വഹുവ യുദ്രികുൽ അബ്സാർ. കണ്ണുകൾ അവനെ ഇദ്റാക്ക് ചെയ്യുകയില്ല, അഥവാ അവനെ പരിപൂർണമായി കാണുകയില്ല എന്നാണ് അതിന്റെ അർത്ഥമെന്ന് സലഫുകൾ പലരും പറഞ്ഞിരിക്കുന്നു. മറ്റൊരർത്ഥം അതിന് ഈ ലോകത്ത് കാണുകയില്ല എന്നാണ്, അങ്ങനെയും സലഫുകൾക്ക് അഭിപ്രായമുണ്ട്. പക്ഷേ ഇതാണ് കൂടുതൽ ശരിയായ അഭിപ്രായം. എന്ന് മാത്രമല്ല, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അള്ളാഹുവിനെ കാണുമെന്നതിന് ആയത്ത് തെളിവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനെ കാണൂല എന്ന് അഹ്ലുൽ ബിദ്അ തെളിവ് പിടിച്ച ആയത്താണ്. പക്ഷേ ബിദ്അത്തിന്റെ കക്ഷികൾ ഏത് തെളിവ് പിടിച്ചാലും അത് അവർക്ക് നേരെ തിരിച്ചടിയായി മാറുമെന്ന്. ഖുർആനും സുന്നത്തും തെളിവ് പിടിച്ചോ തിരിച്ചടിക്കും. ലാ തുദ്രികുൽ അബ്സാർ,
കണ്ണുകൾ അവനെ ഇദ്റാക്ക് ചെയ്യുകയില്ല. വഹുവ യുദ്രിക്കുൽ അബ്സാറ, അവനാണ് കണ്ണുകളെ കാണുന്നവൻ, പരിപൂർണമായി കാണുന്നവൻ. കണ്ണുകൾ അവനെ പരിപൂർണമായി കാണുകയില്ല എന്ന് പറഞ്ഞത് ശൈഖുൽ ഇസ്ലാം പറഞ്ഞു. തീരെ കാണില്ലെങ്കിൽ അത് പറയില്ല. പൂർണ്ണമായി കാണുകയില്ല എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വസ്തു നീ അത് മുഴുവൻ കാണാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ തീരെ കാണില്ലെങ്കിൽ തീരെ കാണില്ല എന്നല്ലേ പറയുള്ളൂ. അവനെ കാണുമെന്നതിന് ആയത്ത് തെളിവാണ് യഥാർത്ഥത്തിൽ. എന്നാൽ പരിപൂർണമായി കാണുക സാധ്യമല്ല. അവനെ പൂർണ്ണമായി നിന്റെ കണ്ണിലൊതുക്കുക ഒരിക്കലും സാധ്യമല്ല. നോക്കൂ, അള്ളാഹുവിനെ കാണുമെന്നതിനെ നിഷേധിക്കുന്ന കക്ഷികൾ പ്രധാനമായി ചോദിക്കാറുള്ള ചോദ്യം ഇതാണ്. ഞാൻ നേരത്തെ കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞ ഇമാം, ഒരു ഖലീഫയാൽ കൊല്ലപ്പെട്ട മഹാനായ ഇമാമിനോട് ഈ ചോദ്യം അയാൾ ഖലീഫ ചോദിച്ചിരുന്നു. അള്ളാഹിനെ കാണും, എങ്ങനെ അപ്പോ പൂർണ്ണമായി കാണുമോ? ഇതാണ് അവരുടെ ചോദ്യം. ഇങ്ങനെയുള്ള വേണ്ടാത്ത വ്യാഖ്യാനങ്ങൾ കൊണ്ടാണ് അവർ അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നത്. കാണുമെന്ന് പറഞ്ഞാൽ എങ്ങനെ? അപ്പോൾ അള്ളാഹു ഏതെങ്കിലും സ്ഥലത്ത് ഒതുങ്ങണ്ടേ? എങ്ങനെയൊക്കെയുള്ള പിഴച്ച വാദങ്ങളാണ് അവരുടെ വാദങ്ങൾ. അല്ല, നമ്മൾ വിശ്വസിക്കുന്നു അള്ളാഹുവിനെ കാണും, പക്ഷെ പരിപൂർണമായി കാണുകയില്ല. സഹോദര, നീ ഒന്ന് ആലോചിച്ച് നോക്കൂ. നീ കടൽ കണ്ടിട്ടില്ലേ? സമുദ്രം, തിരമാലകൾ അടിക്കുന്ന സമുദ്രത്തിന്റെ മുന്നിൽ നീ ചെന്ന് നിന്നാൽ എന്താ അതിന്റെ സ്ഥിതി? എന്താ നമ്മുടെ സ്ഥിതി? കടലിങ്ങനെ നോക്കി നിൽക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആലോചിച്ച് നോക്കൂ. നമ്മൾ കാണുന്നുണ്ട്, മുഴുവൻ കാണുന്നുണ്ടോ? നിങ്ങൾ പറയും സമുദ്രം മുഴുവൻ കാണുന്നുണ്ടോ? അങ്ങേറ്റം കാണുന്നുണ്ടോ? അപ്പുറത്തറ്റം രണ്ടു വശങ്ങൾ മുഴുവൻ കാണുന്നുണ്ടോ? ഇത് അല്ലാഹുവിന്റെ ഒരു പടപ്പാണ്, സൃഷ്ടിയാണിത് ഈ സമുദ്രം. യാ സുബ്ഹാനല്ലാഹ്. എങ്കിൽ അതിനെ പടച്ച ആകാശഭൂമികളുടെ റബ്ബായ അള്ളാഹുവിനെ കാണുക എന്നാൽ നീ എന്തു മനസ്സിലാക്കിയിരിക്കും? അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഒന്നിനെ കണ്ടാൽ നീ അതിന്റെ മുന്നിൽ അന്താളിച്ച് നിൽക്കുകയാണ്, അറ്റം കാണാനില്ല. റബ്ബിനെ കാണുക എന്നാൽ അത് എന്തായിരിക്കും? അതാണ് മുഅ്മിനീങ്ങളുടെ വിശ്വാസം. റബ്ബിനെ കാണും, പക്ഷേ പരിപൂർണമായി കാണുകയില്ല. പരിപൂർണമായി കാണുക സാധ്യമല്ല. പ്രിയ സഹോദരങ്ങളെ, ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്താണ് ഇതിന്റെ ദലീലുകൾ എന്തൊക്കെയാണ്? പരിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും നിറഞ്ഞുകിടക്കുന്ന തെളിവാണ് അള്ളാഹുവിനെ കാണും എന്നതിന് ഉള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഇമാം അബൂബക്കർ ബിൻ അബി ദാവൂദിന്റെ ഈ ഹദിയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ഹദീസ് നമുക്കതിന് തെളിവായി ഉണ്ട്. അദ്ദേഹം പറഞ്ഞത് ജരീർ ബിൻ അബ്ദുല്ലാഹ് അൽ ബജലി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഇമാം ബുഖാരി മുസ്ലിമും ഒക്കെ അവരുടെ സഹീഹുകൾ കൊണ്ടുവന്നിട്ടുള്ള ഹദീസാണ്. നമുക്ക് ആദ്യം ഹദീസ് പറഞ്ഞ് തുടങ്ങാം. നോക്കൂ, എന്താണ് ഹദീസ്? നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും ഹദീസ്. ജരീർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്ന ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു ദിവസം ആയിരുന്നു. ഫനദറ ഇലൽ ഖമർ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ദ്രനെ നോക്കി. അത് ലൈലത്തുൽ ബദർ ആയിരുന്നു, അഥവാ 14 രാവായിരുന്നു. മറ്റു റിവായത്തിൽ വന്നതുപോലെ ലൈലത 14, 14 രാവാണ്. പരിപൂർണ ചന്ദ്രനുള്ള ആ രാവായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നകും സതറൗന റബ്ബകും കമാ തറൗന ഹാദൽ ഖമറ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണുന്നതാണ്. ഇതാ ഈ ഖമറിനെ, ഈ ചന്ദ്രനെ നിങ്ങൾ കാണുന്നതുപോലെ. ലാ തുദാമൂന ഫി റുയതിഹി, മറ്റൊരു ഖറാഅത്തുള്ളത് ലാ തുദാമൂന, മീമിന് ഷദ്ദില്ലാതെ, മീമിന് ഷദ്ദില്ലാതെയും ഒരു വായനയുണ്ട്. ലാ തുദാമൂന, ഷദ്ദ് കൊടുത്തിട്ടും ഒരു വായനയുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? ഷദ്ദ് കൊടുത്തു പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനു വേണ്ടി ഒരു തിരക്ക് കൂട്ടേണ്ടി വരികയില്ല, കാണാൻ വേണ്ടി തിക്കിത്തിരക്കി അങ്ങനെ വേണ്ടി വരികയില്ല. ലാ തുദാമൂന, ഷദ്ദ് കൊടുക്കാതെ പറഞ്ഞാൽ എന്താണ് അർത്ഥം? നിങ്ങൾക്കൊരു അവ്യക്തതയും ഉണ്ടാവുകയില്ല, വ്യക്തമായി തിരക്ക് കൂട്ടേണ്ടി വരാതെ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ കാണാം. فإن استطعتم ألا تغلبوا على صلاة قبل طلوع الشمس وقبل غروبها فافعلوا. അതുകൊണ്ട് നിങ്ങൾ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപും അസ്തമിക്കുന്നതിന് മുമ്പുമുള്ള ഓരോ നിസ്കാരങ്ങളുണ്ട്, അത് നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി, വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ല അൽ ഗുറൂബ് എന്ന സൂറത്ത് ഖാഫിൽ ആയത്ത്. നിങ്ങൾ റബ്ബിനെ തസ്ബീഹും ഹംദും ചെയ്യുക എപ്പോൾ? സൂര്യൻ ഉദിക്കുന്നതിന് മുൻപും അസ്തമിക്കുന്നതിന് മുൻപും. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള നിസ്കാരം ഏതാണ്? ഫജർ. അതുപോലെ ആ നേരത്താണ് അദ്കാറുകൾ, രാവിലത്തെ അദ്കാറുകളുടെ സമയമെന്ന് ധാരാളം പണ്ഡിതന്മാർ, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒക്കെ അഭിപ്രായം അതാണ്, ഫജർ തൊട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെ.
വൈകുന്നേരത്തെ അദ്കാറുകളുടെ സമയം അസ്ർ തൊട്ട് സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഇമാം ഇബ്നുൽ ഖയ്യിമിനെ പോലുള്ള പണ്ഡിതന്മാർ പറയപ്പെട്ട അതാണ് സമയമെന്നാണ്. നഷ്ടപ്പെട്ടു പോയ അതിനുശേഷം ചൊല്ലാം, യാതൊരു തകരാറുമില്ല. അതല്ലാത്ത അതിനുശേഷം ആണ് എന്നെല്ലാം അഭിപ്രായങ്ങളുണ്ട്. ശരി, നോക്കൂ, ഈ ആയത്തോതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 നിസ്കാരങ്ങൾ നിങ്ങൾ വിടാതിരിക്കുക, സൂക്ഷിക്കുക, ഫജ്റും അസ്റും. നോക്കൂ, നിങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞതിൽ അള്ളാഹുവിനെ കാണുമെന്ന വ്യക്തമായ തെളിവുണ്ട്. മാത്രമല്ല ഈ ഹദീസിൽ ഉള്ള പാഠങ്ങൾ എന്തൊക്കെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണും ഈ ഖമറിനെ കാണുന്നത് പോലെ. അവിടെ എന്തിനോടാണ് സാദൃശ്യപ്പെടുത്തിയത്? റുഇയത്തിനോടാണ് സാദൃശ്യപ്പെടുത്തിയത്, കാഴ്ചയോട്. അതല്ലാതെ മർഇയോടല്ല. മർഇ എന്നാൽ എന്തിനാണ് കാണുന്നത്? ചന്ദ്രനെയാണ്. ചന്ദ്രനെ റബ്ബിനോട് സാദൃശ്യപ്പെടുത്തിയതാണോ? നഊദു ബില്ലാഹ്, ഒരിക്കലുമല്ല. പിന്നെ എന്തിനോടാണ് സാദൃശ്യപ്പെടുത്തിയത്? റുഇയത്തിനോടാണ്, കാഴ്ചയോട്. ഇത് കാണുന്നത് പോലെ നിങ്ങൾ റബ്ബിനെ കാണും. എന്താണ് ഹദീസിലെ പാഠങ്ങൾ? നോക്കൂ നിങ്ങൾ, റബ്ബ് സുബ്ഹാനഹു വ തആലയെ നമ്മൾ വ്യക്തമായി കാണും. മറ്റൊരു പ്രധാനപ്പെട്ട പാഠമാണ് അള്ളാഹുവിനെ കാണുക. എങ്ങനെയാണ്? മുകളിലേക്ക് നോക്കിക്കൊണ്ടാണ്. കാരണം ചന്ദ്രനെ കാണുന്നത് എങ്ങോട്ട് നോക്കിയിട്ടാണ്? മുകളിലേക്ക് നോക്കിയിട്ടാണ്. ഇവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിഷയമുള്ള അശാരികൾ പറഞ്ഞു, അള്ളാഹിനെ കാണും, പക്ഷേ ഇലാ ഗൈരി ജിഹ, ഒരു ദിശയിലേക്ക് നോക്കിയിട്ടല്ല. കാരണം എന്താ? മുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞാൽ കൗമിന്റെ അള്ളാഹു മുകളിലാണെന്നതിനെ നിഷേധിക്കുന്ന വാദം പൊളിയും. ഇതാണ് സഹോദരങ്ങളെ, ബലാലത്തിൽ ഒരുത്തനകപ്പെട്ട പിന്നെ അവൻ ഏത് വാദിയിൽ പോയി നശിച്ചു എന്ന് നോക്കിയാൽ മതി. ഖുർആനും സുന്നത്തും ഒരു മുഴുവനായി സ്വീകരിക്കാൻ, അഹ്ലുസുന്നത്തിന്റെ വഴി സ്വീകരിക്കാൻ തീരുമാനിച്ചാൽ അവൻ ഇങ്ങനത്തെ സർക്കസുകളുടെ ആവശ്യം വരികയില്ല. അല്ലാത്തവൻ അത് വിശ്വസിച്ച് അതിനെ വ്യാഖ്യാനിച്ച് അപ്പുറത്ത് വ്യാഖ്യാനിച്ച് അവൻ യോജിക്കാത്തൊക്കെ നിഷേധിക്കേണ്ടി വരും, അല്ലെങ്കിൽ വ്യാഖ്യാനിക്കേണ്ടി വരും. സഹോദരങ്ങൾ, യഥാർത്ഥത്തിൽ ഇത് ചെന്നെത്തുക എങ്ങോട്ടേക്കാണ്? കാണുന്നതിനെ നിഷേധിക്കുക എന്നതിലേക്കാണ്. കാരണം ഒരു ദിശയിലേക്ക് നോക്കാതെ ഒരു കാഴ്ചയില്ല. കാഴ്ച എന്ന് പറഞ്ഞ പടപ്പുകൾ ചെയ്യുന്നതാണ്. അള്ളാഹുവിന്റെ സിഫത്ത് എന്താണ്? തജല്ലി, അവൻ പ്രത്യക്ഷപ്പെടുക എന്നതാണ്. നോക്കുന്നത് ആരാണ്? പടപ്പുകൾ. നിങ്ങൾ പറയൂ, ഏതെങ്കിലും ഒരു ദിശയിലേക്കല്ലാതെ എങ്ങോട്ടാണ് നോക്കുക? ഏതെങ്കിലും ഒരു ദിശയിലേക്കേ നോക്കാൻ സാധിക്കുള്ളൂ, അങ്ങനെ കാണാൻ സാധിക്കുകയുള്ളൂ. എങ്ങോട്ടാണ് നോക്കുക? മുകളിലേക്ക് നോക്കിയിട്ടാണ് റബ്ബിനെ കാണുക. സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ ആ പാഠമുണ്ട്. ഇന്നകും സതറൗന റബ്ബക്കും കമാ തറൗന ഹാദൽ ഖമർ, ഈ ചന്ദ്രനെ കാണുന്നത് പോലെ നിങ്ങൾ റബ്ബിനെ കാണുമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുപോലെ റബ്ബിനെ കാണും. ഇത് നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തെളിവുകളിൽ വളരെ പ്രസിദ്ധമായ തെളിവാണ്. മറ്റൊരു ഇമാം ബുഖാരിയുടെ റിവായത്തിൽ ഇതിൽ എന്തുകൂടി വന്നിട്ടുണ്ട്? ഇയാനൻ, കണ്ണുകൾ കൊണ്ട് കാണും എന്ന് വന്നിട്ടുണ്ട്. അതുപോലെ നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ ഉജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ എന്ന ആയത്തിൽ സൂറത്തിലെ ആയത്താണ് സൂറത്തു അൽ ഖിയാമ. ഉജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. അതുപോലെ നോക്കൂ, ഇന്നൽ അബ്റാറ ലഫീ നഈം അലൽ അറായികി യൻദുറൂൻ തഅരിഫു ഫീ വുജൂഹിഹിം നദ്റത്തൻ നഈം. ഇന്നൽ അബ്റാറ, പുണ്യവാന്മാർ, അവർ പരലോകത്ത് സ്വർഗത്തിൽ സുഖത്തിലായിരിക്കും. അലൽ അറായികി, അവരവരുടെ സോഫകളിൽ ചാരിയിരുന്ന് യൻദുറൂൻ, അവർ നോക്കും. എങ്ങോട്ടേക്ക് നോക്കും? സലഫുകൾ പറഞ്ഞത് അവർക്ക് ഇഷ്ടമേകുന്ന കാര്യങ്ങളിലേക്കെല്ലാം, അതുപോലെ റബ്ബിലേക്കും അവർ നോക്കും എന്നാണ്. അതുപോലെ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂനുസിലെ 26ാമത്തെ ആയത്ത് ഓതി പറഞ്ഞു, ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ. ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ. ലില്ലദീന അഹ്സനു, നന്മ ചെയ്തവർക്കുണ്ട്, അൽ ഹുസ്ന, ഏറ്റവും നല്ലത്. അതെന്താണ്? സ്വർഗം. വസിയാദ, എന്താണ് സിയാദത്ത്? എന്ന അതിലുപരിയായി, അതിലധികമുണ്ട്. അതെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിനെ കാണലാണ്. ഖുർആൻ ആയത്ത് ഓതി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. ഇതേ കാര്യം സൂറത്തു ഖാഫിലുണ്ട്. ലഹും മാ യശാഊന ഫീഹാ വലദൈന മസീദ്. സ്വർഗവാസികളെ കുറിച്ച് പറഞ്ഞു, അവർക്ക് അവരുദ്ദേശിക്കുന്നതെല്ലാം സ്വർഗത്തിലുണ്ടാകും. വലദൈന മസീദ്, നമ്മുടെ പക്കൽ അധികമായി ഒന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ആയത്തിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് അള്ളാഹുവിനെ കാണുന്നതിനെ കുറിച്ച് പറഞ്ഞത്? സിയാദ. അതുപോലെ മസീദ്,
അധികമായുള്ളത്, അപ്പുറത്തുള്ളത്. എന്താണ് അങ്ങനെ പറഞ്ഞതിലുള്ള ഒരു ഗുണപാഠം എന്താണ്? അങ്ങനെ പറഞ്ഞതിലുള്ള ഗുണപാഠം, സ്വർഗവാസികൾ മുഅ്മിനീങ്ങൾ സ്വർഗത്തിൽ അള്ളാഹുവിനെ എല്ലാ സമയത്തും കണ്ടുകൊണ്ടിരിക്കുമോ? ഇല്ല. എല്ലാ സമയത്തും കാണുമോ? കാണുകയില്ല. മറിച്ച് അതിന് നിശ്ചിത സമയങ്ങളുണ്ട്. അതിന് ചില ഹദീസുകളിൽ എല്ലാ യൗമുൽ ജുമഅയിലും അള്ളാഹുവിനെ കാണുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ റുഅയത്തിൽ മുഅ്മിനീങ്ങൾക്ക് വ്യത്യാസമുണ്ടാകും. ഒരിക്കലും അബൂബക്കർ സിദ്ദീഖിന്റെ റുഅയയും ഈ ഉമ്മത്തിലെ ഈമാനിൽ താഴെ നിൽക്കുന്ന ഒരാളുടെ റുഅയയും ഒരുപോലെ ആവുകയില്ല, വ്യത്യാസമുണ്ടാകും. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, ഈ റബ്ബിനെ മുഅ്മിനീങ്ങൾ സ്വർഗത്തിൽ കാണും. എപ്പോഴും കാണുകയില്ല, കാണാത്ത സന്ദർഭവും ഉണ്ടാകും. അപ്പൊ നോക്കൂ, ആയത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അള്ളാഹുവിനെ കാണുക എന്നത് സിയാദത്താണ്, അത് അപ്പുറത്തുള്ള അധികമുള്ളതാണ്. അത് കാണാത്ത സന്ദർഭത്തിൽ അവർക്ക് എന്തില്ല, ഒരു കുറവോ അല്ലെങ്കിൽ ഒരു പ്രയാസമോ ഇല്ല. ആ സൂചനയുണ്ട് ആയത്തിനെ കുറിച്ച്. എത്രത്തോളം അത് മനസ്സിലാകുമെന്ന് എനിക്കുറപ്പില്ല. ആലോചിച്ച് നോക്കുക ആയത്തിനെ കുറിച്ച്. അത് അള്ളാഹുവിനെ മുഅ്മിനീങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും കാണുമോ? കാണുകയില്ല. പക്ഷെ കാണാത്ത സന്ദർഭത്തിൽ മുഅ്മിനീങ്ങൾക്ക് സ്വർഗം എന്ന് പറയുന്നത് അത് സ്വർഗം തന്നെയാണ്. അവർക്ക് എന്തെങ്കിലും കുറവോ പ്രയാസമോ അവിടെ ഒരിക്കലും ഉണ്ടാവുക. കാണുക എന്നത് അധികമായി ലഭിക്കുന്നതാണ്. ലില്ലദീന അഹ്സനുൽ ഹുസ്ന വ സിയാദ. യാ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ആയത്തുകളുടെ പ്രയോഗങ്ങൾ, അതിന്റെ അർത്ഥതലങ്ങൾ എത്രമാത്രം നമുക്ക് ആലോചിക്കാനും പഠിക്കാനും ഉള്ളതാണ് എന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പൊ ഈ ആയത്തുകൾ അതിന് തെളിവാണ്. അതുപോലെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ ലിഖാ, അള്ളാഹുവിനെ കാണുക എന്ന് ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ആ റബ്ബിനെ കാണും എന്നതിനുള്ള തെളിവാണ്. തഹിയ്യതുഹും യൗമ യൽഖൗനഹു സലാം. റബ്ബിനെ കാണുമ്പോൾ അവരുടെ തഹിയ്യത്ത് എന്തായിരിക്കും? സലാം. റബ്ബ് അവർക്ക് എന്തു പറയും? സലാം പറയും. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. റബ്ബിന്റെ സലാം ലഭിച്ചാൽ രക്ഷപ്പെട്ടു. അതിലൂടെ എന്തായി? എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ഇനി അവർക്കൊരു പ്രയാസവും ബാധിക്കുകയില്ല എന്ന സുരക്ഷിതത്വവും എന്ന രക്ഷയും അവർക്ക് അതിലൂടെ ലഭിക്കുകയുണ്ടായി. അതുപോലെ നോക്കി, ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് സൂറത്തുൽ മുത്തഫിഫീനിലെ ആയത്തിൽ നിന്ന് മനോഹരമായി അള്ളാഹുവിനെ കാണുമെന്നതിന് തെളിവ് പറഞ്ഞത് കാണാം. കല്ല ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. അവർ അവരുടെ റബ്ബിൽ നിന്ന് അന്ന് തടയപ്പെടുന്നതാണ്. ഇമാം ശാഫിഈ പറഞ്ഞു, അള്ളാഹുവിനെ കാണുകയില്ല എന്നത് ശിക്ഷയാണ് എങ്കിൽ അള്ളാഹുവിനെ കാണുക എന്നത് പ്രതിഫലമാണ്. ഇമാം ശാഫിഈ ഈ ആയത്തിൽ നിന്ന് തെളിവ് പിടിച്ചു. ഇമാം ഇബ്നു കസീർ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, ഇമാം ശാഫിഈയുടെ മനോഹരമായ ഇസ്തിദ്ലാലാണ് ഈ ആയത്തിലുള്ളത് എന്ന്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഹ്ലുസുന്നത്തിന്റെ ഇമാമുമാരുടെ മുഴുവൻ അഖീദയും ഒന്നാണ്. അഹ്ലുസുന്നത്തിന്റെ ഇമാമുമാരുടെ മുഴുവൻ അഖീദയും ഒന്നാണ്. അത് അശാരികളുടെ അഖീദയോ, അത് മുഅ്തസിലത്തിന്റെ അഖീദയോ, അത് ജഹ്മികളുടെ അഖീദയോ അല്ല. അത് അഖീദത്തു സലഫ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, സഹാബത്ത് പഠിപ്പിച്ച അഖീദയാണ്. അത് താവഴിയായി കൈമാറി അഹ്ലുസുന്നത്ത് കൊണ്ടു നടക്കുന്നു. അന്ത്യനാൾ വരെ അത് ഉണ്ടാവുകയും ചെയ്യും. മനസ്സിലായില്ല? പാരമ്പര്യം ആർക്കാൻ? അഹ്ലുസുന്നത്തിനാണ്. അതല്ലാതെ പാരമ്പര്യമുണ്ട് എന്ന് വെറുതെ പാടി നടക്കുന്നവർക്കല്ല. മറിച്ച് ആ സലഫിന്റെ മുൻഗാമികളുടെ മൻഹജ് പിൻപറ്റുന്നവർക്കാണ് പാരമ്പര്യമുള്ളത്. അവരുടെ പക്കലാണ് ഇൽമുള്ളത്, അവരുടെ വഴിയിലാണ് ഉലമാ ഉള്ളത്. അതല്ലാതെ ഈ വ്യാജം പാരമ്പര്യമായി അവകാശപ്പെടുന്ന ആളുകളല്ല. നാട്ടിൽ പാരമ്പര്യം എപ്പോഴും പാടിയെടുക്കുന്ന ആളുകളാണ് സമസ്തക്കാർ. സുബ്ഹാനല്ലാഹ്, ഞങ്ങൾക്ക് പാരമ്പര്യമുള്ളത് എന്നാണ് പറയുന്നത്. ഞങ്ങൾക്കാണ് പണ്ഡിതന്മാരുള്ളത് എന്നാണ് പറയുന്നത്. ഏത് പണ്ഡിതന്മാരാണ് കണ്ടത്? തഖ്ലീദ് വാജിബങ്ങളൊക്കെ മുഖല്ലിദുകളാണ് എന്നാണ് പറയുന്നത്. ഇവരുടെ തന്നെ ഇമാമിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, മുഖല്ലിദ് ഒരിക്കലും ആലിമാവില്ല. മുഖല്ലിദ് എന്തല്ല, ഒരു കാരണവശാലും ആലിമാവുകയില്ല. മുഖല്ലിദ് മുഖല്ലിദാണ്. എന്നിട്ടോ പേര് പറയുന്നത് എന്താ? ജമഇയ്യത്തുൽ മുഖല്ലിദീൻ എന്നാണ് പറയേണ്ടത്. അല്ല ജമഇയ്യത്തുൽ ഉലമാ എന്ന് പറഞ്ഞുകൂടാ. ഇമാമികളുടെ വാദപ്രകാരം പറഞ്ഞുകൂടാ. അപ്പൊ അത് ഉലമാ ഇതൊന്നുമല്ല ഇൽമ് എന്ന് പറഞ്ഞാൽ. ഇൽമ് നോക്കൂ, അത് അഹ്ലുസുന്നത്തിന്റെ പക്കലാണുള്ളത്. പാരമ്പര്യം അഹ്ലുസുന്നത്തിന്റെ പക്കലാണുള്ളത്. സലഫിന്റെ മാർഗം, മുൻഗാമികളുടെ മാർഗം ആര് സ്വീകരിച്ചോ അവരുടെ പക്കലാണുള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ നോക്കൂ, ഈ ആളുകൾ ഈ തെളിവുകളെ നിഷേധിക്കുകയും അതിന് ദുർന്യായങ്ങൾ ചമക്കുകയും ചെയ്യുന്നത് കാണാം. ഇനി നോക്കൂ, ഇങ്ങനെ നിഷേധിക്കുന്നവരെ കുറിച്ച് മുൻഗാമികൾ പറഞ്ഞ ഏതാനും വാക്കുകൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ വാക്കായ ഇമാം
الآجوري അദ്ദേഹത്തിന്റെ ശരീഅയിൽ ഉദ്ധരിച്ചത് കാണാം وذكر عنده شيء من الرؤية فغضب റുയത്തിനെ നിഷേധിക്കുന്ന ആളുകളെ കുറിച്ച് ഇമാം അഹ്മദിന്റെ സദസ്സിൽ ഒരാൾ പറഞ്ഞു وقال അപ്പോൾ ഇമാം അഹ്മദ് പറഞ്ഞു من قال إن الله تعالى لا يرى فهو كافر അല്ലാഹുവിനെ കാണുകയില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ فهو كافر അവൻ കാഫിറാകും മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാം ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹം തന്നെ പറഞ്ഞതായി وبلغه عن رجل أنه قال إن الله تعالى لا يرى في الآخرة അല്ലാഹുവിനെ പരലോകത്ത് കാണുകയില്ല എന്നൊരാൾ പറഞ്ഞു ഇമാം അഹ്മദിന്റെ അരികിൽ വിവരമെത്തി فغضب غضبا شديدا ഇമാം അഹ്മദ് കടുത്ത കോപം കോപിച്ചു ثم قال എന്നിട്ട് അദ്ദേഹം പറഞ്ഞു من قال بأن الله تعالى لا يرى في الآخرة فقد كفر പരലോകത്ത് അല്ലാഹുവിനെ കാണുകയില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ അവൻ കാഫിറായിരിക്കുന്നു عليه لعنة الله وغضبه അല്ലാഹുവിന്റെ ലഅനത്തും അവന്റെ കോപവും അവന്റെ മേലുണ്ടാകും മൻ കാന മിനൻ നാസ് അവൻ ആരായിരുന്നാലും അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതാണ് നോക്കൂ മുൻഗാമികൾ പഠിപ്പിച്ച ഈ അഖീദയാണ് നമ്മുടെ അഖീദ അല്ലാഹുവിനെ കാണുക എന്നത് നമ്മുടെ അടിസ്ഥാന വിശ്വാസങ്ങളിൽ ഒന്നാണ് ഇത് പ്രത്യേകം ഇമാമിയങ്ങൾ പഠിപ്പിക്കുന്ന എന്തുകൊണ്ട് ഇതിലൊക്കെ പിഴച്ച വാദങ്ങൾ ഉള്ളതുകൊണ്ടാണ് അതിൽ നമ്മൾ പെട്ടുപോകാതിരിക്കാനാണ് ഇതുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ അഹ്ലുസുന്നത്തിന്റെ അഖീദയിൽ ജീവിച്ചു മരിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ റബ്ബിനെ കണ്ടുമുട്ടുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ സ്വർഗ്ഗത്തിൽ അല്ലാഹു നമ്മെ അവന്റെ നബിമാരോടും സിദ്ദീഖുകളോടും ശുഹദാക്കളോടും സാലിഹീങ്ങളോടും ഒപ്പം ചേർക്കുമാറാകട്ടെ اللهم إنا نسألك لذة النظر إلى وجهك والشوق إلى لقائك في غير ضراء مضرة ولا فتنة مضلة اللهم زينا بزينة الإيمان وجعلنا هداة مهتدين ربنا تقبل منا إنك أنت السميع العليم تب علينا إنك أنت التواب الرحيم صلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته